എല്ലാവർക്കും നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ, ഉൽപ്പാദനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്, പ്രൊഡക്ഷൻ തിയറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മളിത് നോക്കുന്നത് കോബ് ഡഗ്ലസ്, അതുപോലെ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കുറച്ച് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ ജനറലി ഉള്ള ഇക്കണോമിക്സിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അതിനകത്ത് പ്രൊഡക്ഷൻ തിയറീസ് പഠിച്ചു അല്ലേ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറി, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചു, അതുപോലെ ലോങ് റൺ പ്രൊഡക്ഷൻ, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ പഠിച്ചു. ഇതൊക്കെ നോർമലി ഇക്കണോമിക്സിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ഭാഗം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചില മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ചില ഇക്കോണമിസ്റ്റുകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലായില്ല. അതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി അതായത് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ ട്രാൻസ്ലോഗ് എന്ന് വെച്ചാൽ ലോഗരിതത്തിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊഡക്ഷൻ. ഇത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതിൻ്റെ എന്താണ് എന്ന് നമ്മളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ചോദിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ആ പേര് സൂചിപ്പിക്കും പോലെ നോക്ക്, കോബ് ഡഗ്ലസ് അല്ലേ, രണ്ട് ഇക്കോണമിസ്റ്റുകളാണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ രണ്ട്, അതായത് CW കോബ്, പോൾ H ഡഗ്ലസ് എന്നിങ്ങനെ രണ്ട് ഇക്കോണമിസ്റ്റുകൾ ചേർന്ന് ഫോം ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഇക്കോണമിസ്റ്റുകൾ ചേർന്ന് ഫോം ചെയ്തതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നോക്കാം. ദ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ എംപെരിക്കൽ സ്റ്റഡി ഓഫ് ദ അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലേ. അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നടത്തിയ എംപെരിക്കൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലുള്ള എന്ന് വെച്ചാൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സ്റ്റഡി നടത്തിയാണ് എംപെരിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു പ്രായോഗികമായിട്ടുള്ളൊരു പഠനം നടത്തി. എവിടെയാണ് പഠനം നടത്തിയത്? അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അമേരിക്കയുടെ വ്യാവസായിക മേഖലയിൽ എന്ത് നടത്തി? ഒരു എംപെരിക്കൽ സ്റ്റഡി നടത്തി. അതിൻ്റെ ബേസിസിലാണ് എന്ത് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എവിടെയാണ്? അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എവിടെയാണ് ഇവർ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോം ചെയ്ത്? എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് എംപെരിക്കൽ സ്റ്റഡി ഓഫ് ദ അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഓക്കെ. ഇനി ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആരാണ് ഫോം ചെയ്തത്? ബൈ CW കോബ്. ഇക്കോണമിസ്റ്റിന്റെ പേരാണ് CW കോബ് ആൻഡ് പോൾ H ഡഗ്ലസ്. പോൾ H ഡഗ്ലസ് ഏത് കാലഘട്ടത്തിൽ? ഡ്യൂറിംഗ് ദ പീരീഡ് 1899 to 1922, 1899 മുതൽ 1922 വരെയുള്ള വർഷം അല്ലെ, 22 വരെയുള്ള ഒരു 23 വർഷ കാലയളവിൽ ഇവർ അമേരിക്കയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ പഠനം നടത്തുകയും പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോം ചെയ്യുകയും ചെയ്തു. ആരൊക്കെയാണ്? CW കോബും പോൾ H ഡഗ്ലസും. ക്ലിയർ ആയല്ലോ. ഇനി അതുകൊണ്ടാണ് അവരുടെ പേരുകൾ ചേർത്ത് നിന്ന് വിളിക്കുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുകയാണ്. ഇറ്റ് ഈസ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1. അതായത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ അല്ലെ, ലീനിയർ ആയിട്ടുള്ള നേർരേഖയിലുള്ള ഒരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇങ്ങനെ ഹോമോജീനിയസ് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിഗ്രി 1, ഡിഗ്രി 2 എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്? ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് 2 ഇൻപുട്സ്. ഇവർ എത്ര ഇൻപുട്സ് ആണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയാൻ ഇവർ എത്ര ഇൻപുട്സ് ആണ് എടുക്കുന്നത്? 2 ഇൻപുട്സ് ആണ് ഇവർ എടുക്കുന്നത്. ദാറ്റ് ഈസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ ഈ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇവർ ഫോം ചെയ്തിരിക്കുന്നത് 2 ഇൻപുട്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. വേറെയൊക്കെ ഇൻപുട്സ് ഉണ്ട് നമുക്കറിയാം അല്ലേ, പക്ഷെ ആ ഇൻപുട്സ് ഒന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. അവർ ലേബറും ക്യാപിറ്റലും എന്നുള്ള 2 ഇൻപുട്സ് എടുത്തിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കുന്നു? അപ്പോൾ ഈ പറഞ്ഞ സ്ലൈഡിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇറ്റ് ഈസ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് വലിയ സംഭവവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ, കോൺസ്റ്റന്റ് റിട്ടേൺസ്. ഇത് തന്നെയാണ് ഈ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ തന്നെയാണ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു
ഇൻപുട്സിലും എല്ലാ ഇൻപുട്സിലും ഒരു സർട്ടൻ പെർസെൻറ്റേജ് ചേഞ്ച് വരുത്തുമ്പോൾ അതിൽ തുല്യമായ ചേഞ്ച് തന്നെ, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ ഇവിടെ വരുന്നു, ഔട്ട്പുട്ടിൽ വരുന്നു. ഇപ്പോൾ ടി ടൈംസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്സിൽ ഒരു ടി ടൈംസ് വർധനവ് വരുത്തിയാൽ ഔട്ട്പുട്ടിലും എന്ത് തന്നെ വരും, ടി ടൈംസ് വർധനവ് തന്നെ വരുന്നു. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ മതി അറിയാം. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് പ്രതിപാദിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോമോജീനിയസ് അല്ലെങ്കിൽ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്, ഇൻപുട്സിൽ ഉണ്ടാകുന്ന സെയിം പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും ഔട്ട്പുട്ടിലും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ പ്രതിപാദിക്കുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1. ഇതാണ് എന്തിലൂടെ അവർ പ്രതിപാദിക്കുന്നത്, കോബ് ഡഗ്ലസിലൂടെ അവർ പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇനി ദ ജനറൽ ഫോം ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അതായത് ഇവരുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്, ഇതിനകത്ത് കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ ജനറൽ ഫോം എന്താണ്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോം എന്താണ്, ഏത് രൂപത്തിലാണ് അവർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്രസ്, നമ്മൾ പഠിച്ചു ഇല്ലേ നേരത്തെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യൂ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് അല്ലേ L1 K എക്സെട്ര എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ ആൾറെഡി. അപ്പോൾ അത് ജനറൽ ഫോം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് കോബ് ഡഗ്ലസിന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇത് അവർ ഫോം ചെയ്ത പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. നോക്ക്, Q is equal to A L raised to alpha K raised to beta. ഇതാണ് ഇവരുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. Q is equal to അല്ലേ A L raised to alpha K B raised to A L raised to alpha K raised to beta. ഇതാണ് ഇവരുടെ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ജനറൽ ഫോം, പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ ആൽഫയും ബീറ്റയും ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും എക്സ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ പവർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് അതുപോലെ മനസ്സിലാക്കി വെക്കുക. ഹിയർ ക്യൂ എന്താണ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ഉൽപ്പന്നത്തിന്റെ അളവാണ് ക്യൂ എന്ന് പറയുന്നത്, സംശയമില്ലല്ലോ. ഇനി എൽ എന്താണ്, ലേബർ ഇൻപുട്ട്. എൽ ലേബർ ഇൻപുട്ട്, നമ്മൾ പറഞ്ഞു ലേബറും ക്യാപിറ്റലുമാണ് ഇവർ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞു. അപ്പൊ ലേബർ ഇൻപുട്ട് ആണ്. കെ ക്യാപിറ്റൽ ഇൻപുട്ട്. ഇനി എ എന്താണ്, ഇവിടെ എ ഉണ്ടല്ലോ, ടെക്നിക്കൽ ചേഞ്ച്, ടെക്നോളജി വേണ്ടേ പ്രൊഡക്ഷൻ നടത്താൻ, ലേബറും ക്യാപിറ്റലും മാത്രം പോരാ, അതിനൊരു ടെക്നോളജി വേണം, സാങ്കേതിക വിദ്യ വേണം, അതാണ് ടെക്നിക്കൽ ചേഞ്ച്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. ഇതിന്റെ വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ ചേഞ്ച് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ ഉൽപാദനത്തിലുടനീളം ഒരു ഫിക്സഡ് ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്, അതാണ് എ ടെക്നിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ആൽഫയും ബീറ്റയും നമ്മൾ എക്സ്പോണൻസ് ആയിട്ട് എഴുതിയ ആൽഫയും ബീറ്റയും പവർ ആയിട്ട് കൊടുത്ത ആൽഫയും ബീറ്റയും ഉണ്ടല്ലോ, അതെന്താണ്, പോസിറ്റീവ് പാരാമീറ്റേഴ്സ്. ഇതെന്താണെന്നറിയപ്പെടുന്നു, പോസിറ്റീവ് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ പറയാം ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ടു ഇൻപുട്സ്. രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള, ലേബറും ക്യാപിറ്റലിനും തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം അതിന്റെ പ്രപ്പോർഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ലേബർ എത്ര പെർസെന്റ് യൂസ് ചെയ്തു, ക്യാപിറ്റൽ എത്ര പെർസെന്റ് യൂസ് ചെയ്തു, ആ ഇലാസ്റ്റിസിറ്റി, ആ പ്രപ്പോർഷനെ സൂചിപ്പിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ആൽഫയും ബീറ്റയും. അതിനെ പോസിറ്റീവ് പാരാമീറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. കാരണം വെച്ചാൽ ഇതിന്റെ അളവ് പ്രതിപാദിക്കാൻ, അതുകൊണ്ടാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അളവ് പ്രതിപാദിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് വേരിയബിൾസ് ആണ് ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത്. അതിന് പോസിറ്റീവ് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്താണത്, ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ടു ഇൻപുട്സ്, രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി, പ്രപ്പോർഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ലേബർ എത്ര പെർസെന്റ് യൂസ് ചെയ്യുന്നു, ക്യാപിറ്റൽ എത്ര പെർസെന്റ് യൂസ് ചെയ്യുന്നു, അതിന് ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ അറിയാനാണ് ആൽഫയും ബീറ്റയും കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇവരുടെ ജനറൽ ഫോം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെപ്രസെന്റ്സ് ദ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ 3 സ്റ്റേജസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ IRS അല്ലേ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS, അതുപോലെ പിന്നെ ഏതാ ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിൽ DRS. അതിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ CRS ആണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ CW കോബും പോൾ എച്ച് ഡഗ്ലസും റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്താണ് CRS, ഇഫ് ഓൾ ഫാക്ടേഴ്സ് ആർ ഇൻക്രീസ്ഡ് T ടൈംസ് അല്ലേ, നമ്മൾ എല്ലാ ഫാക്ടേഴ്സിലും എന്ത് ഒരു T ടൈംസ് വർധന വരുത്തിയാൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്
ബൈ ടി ടൈംസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഇൻപുട്സിലും ഒരു ടി ടൈംസ്, നമ്മൾ 10 ടൈംസ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ 10 ടൈംസ് ഇൻപുട്ടിൽ വർധന വരുത്തിയാൽ ഔട്ട്പുട്ടും എത്ര തന്നെ 10 ടൈംസ് തന്നെ വർദ്ധിക്കും. അപ്പോൾ രണ്ടിടത്തും സെയിം അല്ലേ. ഇതിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി 1 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ഈ ഫാക്ടേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ ടി. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്, ലേബറും ക്യാപിറ്റലും. അപ്പോൾ ലേബറും ക്യാപിറ്റലും ടി ടൈംസ് വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വിൽ ആൾസോ ഇൻക്രീസ് ടി ടൈംസ്. ഔട്ട്പുട്ടും എന്ത് തന്നെ വർദ്ധിക്കും, ടി ടൈംസ് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ. ഇനി ഇൻ ദ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ്സ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലൊരെണ്ണം ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. നോക്കി, നമ്മൾ പവറായിട്ട് കൊടുത്ത, അതായത് പോസിറ്റീവ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു, അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു, ലേബറിന്റെയും ക്യാപിറ്റൽ ഇലാസ്റ്റിസിറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത്. ആ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ എന്താണ്, ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1, നമ്മൾ എഴുതിയില്ലേ, ആ എ എൽ റൈസ് ടു ആൽഫ കെ റൈസ് ടു ബീറ്റ എന്നല്ലേ കൊടുത്തത്. അതിൽ ആ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ അതിന്റെ വാല്യൂ 1 കിട്ടുകയാണ് എങ്കിൽ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈ CRS. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതായിരിക്കും, CRS ആയിരിക്കും, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, ആൽഫയും ബീറ്റയും തമ്മിൽ ആഡ് ചെയ്താൽ 1 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ആ ഒരു സിറ്റുവേഷനിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1, ഇനി ആ എക്സ്പോണൻസ് കൂട്ടുമ്പോൾ അതിന്റെ വാല്യൂ 1ൽ കൂടുതലാണ് എങ്കിൽ, ആൽഫയും ബീറ്റയും തമ്മിൽ കൂട്ടുമ്പോൾ വാല്യൂ 1ൽ കൂടുതലാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും, CRS അല്ല പിന്നെയോ IRS ആയിരിക്കും, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ഇനി ആ പവേഴ്സ് കൂട്ടുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ, 1ൽ കുറവാണെങ്കിൽ the production function is DRS. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും, DRS ആയിരിക്കും, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. അപ്പോൾ നോക്ക്, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS, ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ IRS, ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ DRS ആയിരിക്കും, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. മനസ്സിലായോ. ഇത് IRSും CRSും DRSും ഓൾറെഡി നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്, റിട്ടേൺസ് ടു സ്കെയിൽ പഠിച്ചിട്ടുണ്ട്. സംശയമുള്ളവർ ആ ക്ലാസ് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. അത് അവിടെ നമ്മൾ പറയുന്നുണ്ട്, അല്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവില്ലാത്തവർ അത് പോയി ഒന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഇതിലൊരു പോയിന്റ് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എക്സ്പോണൻസ് കൂട്ടുമ്പോൾ 1 ആണ് എങ്കിൽ CRSും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ IRSും ലെസ് ദാൻ 1 ആണെങ്കിൽ DRSും ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിലും ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, കോബ് ഡഗ്ലസിന്റെ കണ്ടന്റ്. ഇനി നോക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്തൊക്കെയാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കി. 1, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതെന്താണ്, ഒരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 എന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണിത്, CRSനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഇത് എന്ത് പ്രതിപാദിക്കുന്നു, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, as more of an input is employed in production, keeping the other input constant, the marginal product of succeeding units of that input will go on decreasing. അതായത് ഇത് എന്തിനെക്കുറിച്ച്, ഈ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ലേബറും ക്യാപിറ്റലും അല്ലേ ഇവിടെ ഇൻപുട്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് പ്രൊഡ്യൂസർ ഒരു ഇൻപുട്ട് മാത്രം എന്ത് ചെയ്താൽ വർദ്ധിപ്പിച്ചാൽ, കീപ്പിംഗ് അതർ ഇൻപുട്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കീപ്പിംഗ് അതർ ഇൻപുട്ട് കോൺസ്റ്റന്റ്, മറ്റൊരു ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചെന്ന് വെച്ചാൽ ലേബറിന്റെ എണ്ണം മാത്രം കൂട്ടുന്നു, ക്യാപിറ്റൽ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ എണ്ണം മാത്രം കൂട്ടുന്നു, എന്താ പിന്നെ ലേബർ കോൺസ്റ്റന്റ്. അങ്ങനെ ഒരു ഇൻപുട്ട് മാത്രം നമ്മൾ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്താൽ, എവിടെ പ്രൊഡക്ഷനിൽ എംപ്ലോയ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു, അപ്പോൾ ഓർക്കുക മറ്റുള്ള ഇൻപുട്ട് രണ്ടാമത്തെ ഇൻപുട്ട് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദ സക്സസീവ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ മാർജിനൽ പ്രോഡക്റ്റ്, നമ്മൾ ഈ വർദ്ധിപ്പിക്കുന്ന ഇൻപുട്ടിന്റെ മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അഡീഷണൽ പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അഡീഷണൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, വിൽ ഗോ ഓൺ ഡിക്രീസിങ്, എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് മാത്രം, നമ്മൾ ലോ വേരിയബിൾ പ്രൊപ്പോർഷനിലൊക്കെ പഠിച്ചില്ലേ, ഒരു ഇൻപുട്ട് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിപ്പിക്കുകയും രണ്ടാമത്തെ ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്താൽ ഇങ്ങനെ വർദ്ധിപ്പിച്ച് സക്സസീവായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
ഇൻപുട്ടിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, കുറയാൻ തുടങ്ങുന്നു. കാരണം എന്താ, അതിൻ്റെ ഒരു റേഷ്യോയിൽ വ്യത്യാസം വന്നില്ലേ. ഈ ലേബറും ക്യാപിറ്റലും ഒരുമിച്ച് ഒരു ഫിക്സഡ് റേഷ്യോയിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഒരെണ്ണം മാത്രം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഡിമിനിഷ് ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇതും എവിടെ ഏതിൻ്റെ ഫീച്ചറാണ്, കോബ് ഡഗ്ലസിൻ്റെ. ഇതിനെക്കുറിച്ചും അവർ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി the elasticity of substitution between inputs in Cobb-Douglas production function is always 1. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പിന്നെ തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. The elasticity of substitution between inputs in Cobb-Douglas production function is always 1. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ലേബർ കുറച്ചുകൊണ്ട് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുന്നു, അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ എത്ര % ലേബർ കുറച്ചിട്ടാണ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര % ക്യാപിറ്റൽ കുറച്ചിട്ടാണ് ലേബർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അതാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആ ചേഞ്ചിനെയാണെന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി മീൻസ് ഫ്ലെക്സിബിലിറ്റി, ആ ചേഞ്ച്. അപ്പോൾ the elasticity of substitution between inputs in Cobb-Douglas production function, അതായത് Cobb-Douglas production functionലെ ഇൻപുട്സ് ആയ ലേബറും ക്യാപിറ്റലും തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് ലേബർ കുറച്ചിട്ട് ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുന്നു, ക്യാപിറ്റൽ കുറച്ചിട്ട് ലേബർ കൂടുതൽ യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, ആ റേറ്റ് അല്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആൾവേസ് 1. എല്ലായ്പ്പോഴും അത് എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഓർക്കുക, ഈ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്ടുകൾ, അതായത് ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എത്രയായിരിക്കും, 1 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ പിന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് 0.75 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന 0.75 ആണ് യൂസ് ചെയ്യുന്ന ലേബറിന്റെ പ്രൊപ്പോർഷൻ എങ്കിൽ ബാക്കി 0.25 ആയിരിക്കും ഏതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇപ്പൊ ലേബർ ഉദാഹരണമായിട്ട് ഇപ്പൊ ലേബർ L എന്ന് പറയുന്നത് 0.75 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 75% എന്ന് വെച്ചോ. 0.75 മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, 75% ആണ്. അപ്പോൾ ലേബർ 0.75 എന്ന് വെച്ചാൽ ലേബറിന്റെ പവർ എന്താണ്, ആൽഫയല്ലേ, ലേബറിന്റെ പവർ ആൽഫയാണ്. അപ്പോൾ ആൽഫ എത്രയാണ്, 0.75 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിന്റെ പാരാമീറ്റർ ഏതാണ്, ബീറ്റയാണ്. ക്യാപിറ്റലിന്റെ പാരാമീറ്റർ എന്താണ്, ബീറ്റയാണ്. അപ്പോൾ ഇത് 0.75 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ 0.25 ആയിരിക്കും. 0.75 പ്ലസ് 0.25 എത്രയാണ്, 1 അല്ലേ. എന്ന് വെച്ചാൽ 75% ലേബർ ഉപയോഗിക്കുമ്പോൾ ബാക്കി 25% എന്തായിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും. ഇനി പിന്നെ 50% ലേബർ ആണെങ്കിൽ ബാക്കി 50% എന്തായിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടത്തില്ലേ, ഇതാണ് അപ്പോൾ 1 കിട്ടി. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ നമ്മൾ പറയുന്നത്. 1 കിട്ടിയാലേ ഏത് വരത്തുള്ളൂ, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1, കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ. ഇതാണ് മെയിൻ ആയിട്ട് എവിടെ പ്രതിപാദിക്കുന്നത്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ഈ പവേഴ്സ് കൂട്ടുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കണം, അല്ലെങ്കിൽ 1 ആയിരിക്കും എവിടെ, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതാണ് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ഇൻ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ആൾവേസ് 1. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് എക്സാമ്പിൾ മനസ്സിലായല്ലോ. 75% ആണെങ്കിൽ 0.75 ആണെങ്കിൽ ലേബറിന്റെ അളവെങ്കിൽ ക്യാപിറ്റൽ എത്ര, 0.25 എന്ന് വെച്ചാൽ 75% ലേബർ യൂസ് ചെയ്താൽ ബാക്കി 25% ആയിരിക്കും ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനകത്ത് വേരിയേഷൻസ് വരാം, പക്ഷേ രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയേ വരൂ, 1 വരത്തുള്ളൂ. അതാണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 എന്ന് പറയുന്നത്. ഇനി CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നത് ഓർത്തോണം. ക്വസ്റ്റ്യനിൽ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് കണ്ടാൽ വേറൊന്നുമല്ല, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. The CD production function satisfies Euler's theorem. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. CD production function satisfy Euler's theorem. അതായത് യൂളേഴ്സ് തിയറം ഒരു തിയറിയാണ്, നമ്മൾ ഇനി പഠിക്കുന്ന ഒരു തിയറിയാണ്, ഇനി പഠിക്കേണ്ട ഒരു തിയറിയാണ് യൂളേഴ്സ് തിയറം എന്ന് പറയുന്നത്. അതിനെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ യൂളേഴ്സ് തിയറത്തിൽ പറയുന്ന കണ്ടീഷൻസ് എന്തിൽ പ്രതിപാദിക്കുന്നുണ്ട്, CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് യൂളേഴ്സ് തിയറം. യൂളേഴ്സ് തിയറത്തെ ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കിയേ. Euler's theorem states that the total production will be just exhausted if all the factors are paid equal to their marginal product. അപ്പോൾ യൂളേഴ്സ് തിയറം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. യൂളേഴ്സ് തിയറം പ്രതിപാദിക്കുന്നത്
that the total product will be just exhausted. ടോട്ടൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ജസ്റ്റ് എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ ഇല്ലാതാകും. ടോട്ടൽ പ്രോഡക്റ്റ് ഇല്ലാതാകും എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നിലയ്ക്കും, നിർത്തും, അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇല്ലാതാകുന്നു. പ്രൊഡക്ഷൻ നിർത്തുമ്പോഴാണല്ലോ ഇല്ലാതാകുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് ഇല്ലാതാകുന്നു. എക്സോസ്റ്റഡ് മീൻസ് ഇല്ലാതാകുന്നു. എങ്ങനെയാണെങ്കിൽ if all the factors are paid, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനും പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ? ഈക്വൽ ടു ദെയർ മാർജിനൽ പ്രോഡക്റ്റ്. എന്തിനു തുല്യമായിട്ട്? അതിൻ്റെ മാർജിനൽ പ്രോഡക്റ്റിന് തുല്യമായിട്ട്. അതായത് ഓരോ ഫാക്ടേഴ്സിനും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എക്സ്ട്രാ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, മാർജിനൽ പ്രോഡക്റ്റ്, ആ മാർജിനൽ പ്രോഡക്റ്റിന് തുല്യമായിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേബറിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ഓരോ യൂണിറ്റ് ലേബർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മാർജിനൽ പ്രോഡക്റ്റ് കിട്ടില്ലേ? അഡീഷണൽ പ്രോഡക്റ്റ് കിട്ടും. ആ മാർജിനൽ പ്രോഡക്റ്റിന് തുല്യമായിട്ടാണ് നമ്മൾ ലേബേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ എന്ത്? ടോട്ടൽ പ്രോഡക്റ്റ് വിൽ ബി ജസ്റ്റ് എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ അവിടെ പ്രൊഡക്ഷൻ നിലച്ചു പോകും, ഇല്ലാതാവും. കാരണം എന്താണ്? ആർക്ക് പിന്നെ ബെനിഫിറ്റ് ഒന്നുമില്ല. പ്രൊഡ്യൂസർക്ക് ബെനിഫിറ്റ് ഉണ്ടോ? ഇവർ ഇപ്പം ഞാനൊരു സ്ഥാപനത്തിൽ പോകുന്നു, എൻ്റെ കോൺട്രിബ്യൂഷന് തുല്യമായിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യുന്നു? അഡീഷണൽ കോൺട്രിബ്യൂഷന് തുല്യമായിട്ട് തന്നെയാണ് എനിക്ക് വേതനം തരുന്നതെങ്കിൽ അതുകൊണ്ട് ആർക്ക് പ്രയോജനമില്ല? പ്രൊഡ്യൂസർക്ക് പ്രയോജനമൊന്നുമില്ല. അവിടെ പിന്നെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഏത് ലെവലിലാണോ എന്ത് ചെയ്യുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടറും അവരുടെ പേയ്മെന്റും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന വേജ് റേറ്റും ഈക്വൽ ആകുന്നത്, ആ സ്റ്റേജിൽ പ്രൊഡക്ഷൻ എക്സോസ്റ്റഡ് ആകുന്നു. ടോട്ടൽ പ്രോഡക്റ്റ് എക്സോസ്റ്റഡ് ആകുന്നു വെച്ചാൽ ഇല്ലാതാകുന്നു, പ്രൊഡക്ഷൻ നിൽക്കുന്നു. ഇതാണ് എന്ത്? യൂളേഴ്സ് തിയറത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, പ്രോഡക്റ്റ് എക്സോഷൻ തിയറം എന്ന് പറയും. പ്രോഡക്റ്റ് എക്സോഷൻ തിയറം എന്ന് പറയും. അതായത് യൂളേഴ്സ് തിയറത്തിന്റെ മറ്റൊരു പേരെന്താണ്? പ്രോഡക്റ്റ് എക്സോഷൻ എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഇല്ലാതാകുന്ന അവസ്ഥ. എപ്പോഴാണ് പ്രൊഡക്ഷൻ നിലച്ചു പോകുന്നത്? അതായത് ഫാക്ടേഴ്സിന് അവരുടെ മാർജിനൽ പ്രോഡക്റ്റിന് തുല്യമായിട്ടുള്ള എന്ത് കൊടുക്കുമ്പോൾ? പേയ്മെന്റ് കൊടുക്കുമ്പോൾ. എന്നുവെച്ചാൽ അതുവരെ എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് കൂടുതലും പേയ്മെന്റ് കുറവുമാണ്. കാര്യം മാർജിനൽ പ്രോഡക്റ്റ് കൂടി നിന്നാലേ ആർക്ക് ബെനിഫിറ്റ് ഉള്ളൂ? പ്രൊഡ്യൂസർക്ക് ബെനിഫിറ്റ് ഉള്ളൂ. പക്ഷേ ചില സ്റ്റേജസിൽ മാർജിനൽ പ്രോഡക്റ്റിന് തുല്യമായിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് നിലച്ചു പോകും? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇതാണ് യൂളേഴ്സ് തിയറം. ഇത് എവിടെ പ്രതിപാദിക്കുന്നുണ്ട്? CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എവിടെ? CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്, ഓർത്തു വച്ചിരിക്കുക, പഠിക്കുക. ഇനി marginal product of factor inputs can be expressed as a function of their average product. ഇനി അവർ മറ്റൊരു പ്രോപ്പർട്ടി അവർ പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ല. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്സ്, അതായത് ഫാക്ടർ ഇൻപുട്സിന്റെ ഫാക്ടർ ഇൻപുട്സ് ഏതൊക്കെയാണ് അറിയാലോ? ലേബറും ക്യാപിറ്റലും. അവരുടെ മാർജിനൽ പ്രോഡക്റ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദെയർ ആവറേജ് പ്രോഡക്റ്റ്. അതായത് ആവറേജ് പ്രോഡക്റ്റിന്റെ, ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ആവറേജ് പ്രോഡക്റ്റിന്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? അവരുടെ മാർജിനൽ പ്രോഡക്റ്റിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് വരുമ്പോൾ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഈക്വൽ ആകുന്നെന്ന് സാരം. മനസ്സിലായില്ലേ? അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദെയർ ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റിന്റെ ഫംഗ്ഷനായിട്ട് മാർജിനൽ പ്രോഡക്റ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആവറേജ് പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തിനെ സ്വാധീനിക്കുന്നു? മാർജിനൽ പ്രോഡക്റ്റിനെ സ്വാധീനിക്കുന്നു. മാത്രമല്ല ഒരു ലെവൽ എത്തുമ്പോൾ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും എന്താകുന്നു? ഈക്വൽ ആകുന്നു. ഇതാണ് അതിൻ്റെ സാരമെന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഉൽപാദന മേഖലയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണ്? CD പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രാധാന്യം എന്താണ് നോക്കാം. നോക്ക്, it has been used widely in empirical studies of manufacturing industries and inter-industry comparisons. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ റെലവൻസ് എന്താണ്? CD പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ റെലവൻസ് എന്താണ്? പ്രാധാന്യം എന്താണ്? ഇത് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനോട് കൂടിയ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ് ഇതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചാൽ നോക്കിയേ, it has been used widely in empirical studies of manufacturing industries and inter-industry comparisons. അതായത് എംപെരിക്കൽ സ്റ്റഡി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ എംപെരിക്കൽ സ്റ്റഡി നടത്താൻ, പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ നടത്താൻ, അതുപോലെ ഇന്റർ ഇൻഡസ്ട്രി കമ്പാരിസൺസ് എന്ന് വെച്ചാൽ വ്യവസായങ്ങൾ തമ്മിൽ ഇന്റർ ഇൻഡസ്ട്രി കമ്പാരിസൺ, വ്യവസായങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ വ്യാപകമായിട്ട് ഏത് ഉപയോഗിക്കുന്നു? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? അത് ഡെവലപ്പ് ചെയ്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? വൈഡ്ലി എംപെരിക്കൽ സ്റ്റഡീസ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ നടത്താനും അതുപോലെ വ്യവസായങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം നടത്താനും ഏത് സഹായിക്കുന്നു? CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സഹായിക്കുന്നു. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റിലേറ്റീവ് ഷെയർസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ റിലേറ്റീവ് ഷെയർസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ടിൽ
എത്രത്തോളം ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കപ്പെട്ടു, അതായത് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം ലേബറും ക്യാപിറ്റലും യൂസ് ചെയ്തു, അതിന്റെ റിലേറ്റീവ് ഷെയർസ് അറിയാൻ സഹായിക്കുന്നു. കാരണം എന്താ, അതിന്റെ പ്രൊപ്പോർഷൻ അറിയാൻ പറ്റില്ല. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ എക്സ്പോണൻസ് പവേഴ്സ് ആണ് എന്ത് സൂചിപ്പിക്കുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലേബറിന്റെയും ക്യാപിറ്റലിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സൂചിപ്പിക്കുന്ന ഏതാണ്, അതിന്റെ പവേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാനുള്ള പാരാമീറ്റേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തറിയാൻ പറ്റും, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, റിലേറ്റീവ് ഷെയർസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്രമാത്രം ക്യാപിറ്റലും ലേബറും യൂസ് ചെയ്യപ്പെട്ടു, അതിന്റെ റിലേറ്റീവ് ഷെയർസ് എത്രയാണ്, അല്ലെങ്കിൽ ആ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോൺട്രിബ്യൂഷൻ ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്ര വെച്ചിട്ടാണെന്നൊക്കെ അറിയാൻ സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രത്തോളം പ്രാക്ടിക്കൽ റിലവൻസ് ഏതിനുണ്ട്, സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഉണ്ട്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൂവ് യൂളേഴ്സ് തിയറം. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് യൂളേഴ്സ് തിയറം, പ്രോഡക്റ്റ് എക്സോർഷൻ തിയറം. അത് പ്രൂവ് ചെയ്യാനായിട്ട് ഏത് യൂസ് ചെയ്യുന്നു, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഹെൽപ്ഫുൾ ടു മെഷർ റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യാനും, റിട്ടേൺസ് ടു സ്കെയിൽ നമ്മൾ പറഞ്ഞില്ലേ, IRS, CRS, DRS നമ്മൾ കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ CRS, ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഏതാണ് IRS, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ DRS നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള റിട്ടേൺസ് ടു സ്കെയിൽ IRS, CRS, DRS ആണ് റിട്ടേൺ ടു സ്കെയിൽ. ഇതൊക്കെ മെഷർ ചെയ്യാൻ ഏത് സഹായിക്കുന്നു, ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന്. അപ്പോൾ ആൽഫയുടെയും ബീറ്റ എക്സ്പോണൻസ് വെച്ച് വരുന്നത്, അതായത് റിട്ടേൺസ് ടു സ്കെയിലിന്റെ കാര്യം, ഹോമോജീനിയസ് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ്സ് ബേസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. കാരണം മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്ത നോക്കി, രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. CES എന്താണ്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെയും എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പറയുന്നത്. കോബ്-ഡഗ്ലസിലും അതല്ലേ പറഞ്ഞത്, ആ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ മറക്കരുത്, എത്രയാണ്, 1 ആണ്. എവിടെ, കോബ്-ഡഗ്ലസിൽ. അത് ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്. അപ്പൊ അടുത്തെന്താണ്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഇവിടെ ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലുടനീളം ഒരേ ലെവലിലാണ് ഇവരുടെ ഇലാസ്റ്റിസിറ്റി നടക്കുന്നത്, ഒരേ പ്രപ്പോർഷനിലാണ്. ഇപ്പൊ ലേബർ 10% കൂട്ടണമെങ്കിൽ ക്യാപിറ്റൽ 10% കുറയ്ക്കണം, ക്യാപിറ്റൽ 10% കൂട്ടണമെങ്കിൽ ലേബർ 10% കുറയ്ക്കണം. ഇങ്ങനെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി, ഇതാണ് ഇവിടെ പറയുന്നത്, ഈ CES പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് എങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് എ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതൊരു നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇനി CES ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് റെപ്രസെന്റ്സ്, അതെന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഹൗ ഇൻപുട്സ്, ഇൻപുട്ട് ഏതൊക്കെയാണ്, ലേബർ, ക്യാപിറ്റൽ, ഹൗ ഇൻപുട്സ് ആർ, ഇപ്പോൾ കോബ്-ഡഗ്ലസിൽ എടുത്ത ഇൻപുട്സ് തന്നെയാണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലേ, ദാറ്റ് റെപ്രസെന്റ്സ് ഹൗ ഇൻപുട്സ്, എങ്ങനെയാണ് ഇൻപുട്സ് ആർ കമ്പൈൻഡ് അല്ലേ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്, എങ്ങനെയാണ് ഇൻപുട്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അലോയിങ് ഫോർ എ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദോസ് ഇൻപുട്സ്. എന്ന് പറഞ്ഞാൽ ലേബറും ക്യാപിറ്റലുമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്സ്. അപ്പോൾ ഈ തിയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലേബറും ക്യാപിറ്റലും തമ്മിൽ ഒരു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നതാണ് ഏതിലൂടെ പറയുന്നത്, CES പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? അതായത് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്, ഹൗ ഇൻപുട്സ് ആർ കമ്പൈൻഡ് ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്, എങ്ങനെയാണ് ഇൻപുട്സ് കമ്പൈൻ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നത്, എങ്ങനെ വെറുതെ കിട്ടുകയല്ല, അലോയിങ് ഫോർ എ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദോസ് ഇൻപുട്സ്. ഈ ഇൻപുട്സ് തമ്മിൽ എന്തിനനുവദിച്ചുകൊണ്ട്, ഒരു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റിക്ക് അനുവാദം കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇലാസ്റ്റിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന് അനുവാദം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നിലനിർത്തിക്കൊണ്ട്
എങ്ങനെയാണ് ഇൻപുട്സ് കമ്പൈൻ ചെയ്യിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? കാരണം എന്താണ്, ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഒരേ ലെവലിലാണ്. 10% ലേബർ വർദ്ധിപ്പിക്കുമ്പോൾ 10% ക്യാപിറ്റൽ കുറയ്ക്കേണ്ടി വരുന്നു. അതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി. അതുപോലെ നേരെ തിരിച്ചും ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഉൽപ്പാദനത്തിലുടനീളം ഈ ഒരു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇൻപുട്സ് കമ്പൈൻ ചെയ്യിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നതാണ് ഏതിൻ്റെ പ്രതിപാദ്യ വിഷയം? CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രതിപാദ്യ വിഷയം. ക്ലിയർ ആണല്ലോ? ഇനി The CES production function was developed by, ഇമ്പോർട്ടൻ്റ് ആണ്, ആരൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? കെന്നത്ത് ആരോ, ഹോളിസ് ചെനറി, ബാഗിച്ച മിൻഹാസ് ആൻഡ് റോബർട്ട് സോളോ. അല്ലേ, കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? അതായിരിക്കും പലരുടെയും മനസ്സിൽ. അപ്പോൾ എന്താണ്? കെന്നത്ത് ആരോ, ഹോളിസ് ചെനറി, ബാഗിച്ച മിൻഹാസ് ആൻഡ് റോബർട്ട് സോളോ. ഈ ഇക്കോണമിസ്റ്റുകൾ ചേർന്ന് ആണ് ഇവർ എന്ത് ഡെവലപ്പ് ചെയ്തത്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തത്. അവർ ഏതിലൂടെയാണ് ഡെവലപ്പ് ചെയ്തത്? ഇൻ ദെയർ സെമിനൽ 1961 പേപ്പർ എന്ന് വെച്ചാൽ ഒരു സെമിനാർ റിപ്പോർട്ടിൽ, അത് എന്നെ ഉദ്ദേശിക്കുന്നത്. സെമിനാർ 1961 പേപ്പർ എന്ന് വെച്ചാൽ ഒരു സെമിനാർ പേപ്പറിൽ. എന്നാണിത്? 1961-ലാണിത് സെമിനാർ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത്. അതിൻ്റെ പേപ്പർ സെമിനൽ പേപ്പർ, ആ സെമിനാർ പേപ്പറിന്റെ ടൈറ്റിൽ പഠിച്ചു വച്ചിരിക്കണം. ഏതാണ്? ക്യാപിറ്റൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇക്കണോമിക് എഫിഷ്യൻസി. അപ്പോൾ ഇവർ ചേർന്ന് കെന്നത്ത് ആരോ, ഹോളിസ് ചെനറി, ബാഗിച്ച മിൻഹാസ് ആൻഡ് റോബർട്ടോ സോളോ, അപ്പോൾ ഇവർ ചേർന്ന് ഫോം ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അവർ എന്തിലൂടെയാണ് ഇത് ഫോം ചെയ്തത്? ഒരു സെമിനൽ പേപ്പറിലൂടെയാണ്, ഒരു സെമിനാർ പേപ്പറിലൂടെയാണ്. അതിൻ്റെ ടൈറ്റിൽ അത് 1961-ലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. ആ പേപ്പറിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇക്കണോമിക് എഫിഷ്യൻസി. ക്യാപിറ്റൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇക്കണോമിക് എഫിഷ്യൻസി എന്ന സെമിനാർ പേപ്പറിലൂടെ ആണ് 1961-ൽ ആരോയും ചെനറിയും മിൻഹാസും സോളോയും ചേർന്ന് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ദ ജനറൽ ഫോം ഓഫ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. നമ്മൾ കോബ് ഡഗ്ലസിന്റെ ജനറൽ ഫോം പഠിച്ചില്ലേ? അതുപോലെ ഇതിന്റെ ജനറൽ ഫോം ഉണ്ട്. ഇക്വേഷൻ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇക്വേഷൻസ് ഈ രൂപത്തിൽ ചോദിക്കാൻ സാധ്യത തീരെ കുറവാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നോക്ക്, Q is equal to A into alpha K raised to rho. K raised to rho എന്നാണ്. K raised to മാത്സുകാർക്ക് അതറിയാമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് കൊമേഴ്സുകാർക്കോ അതുപോലെ എക്കണോമിക്സുകാർക്കോ അറിയണമെന്നില്ല. ആ പവറായിട്ട് കൊടുത്തേക്ക് എന്താണ്? റോ എന്ന് പറയും. എൻ്റെ ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ് സൈൻ കൊടുത്തത്. പ്ലസ് 1 മൈനസ് ആൽഫ എൽ റൈസ് ടു റോ ഇൻറ്റു ഗാമ ബൈ റോ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്ട് Q is equal to A ഇൻറ്റു ആൽഫ കെ റൈസ് ടു റോ പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു L റൈസ് ടു റോ ദ ഹോൾ റൈസ് ടു y ഡിവൈഡഡ് ബൈ y അല്ലത് ഗാമ ഡിവൈഡഡ് ബൈ റോ. ഗാമ ഡിവൈഡഡ് ബൈ റോ. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇവരുടെ ജനറൽ ഫോം ഇക്വേഷൻ. ഏതിൻ്റെയാണ്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കാരണം ഇതെല്ലാം മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആണ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ, ഇവരുടെ ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ. ഇവിടുത്തെ Q എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട്. Q ടോട്ടൽ ഔട്ട്പുട്ട്, K ക്യാപിറ്റൽ, L ലേബർ, അതിലൊന്നും വ്യത്യാസമില്ല. A എന്താണ്? എഫിഷ്യൻസി പാരാമീറ്റർ, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. എഫിഷ്യൻസി പാരാമീറ്റർ എന്ന് പറയാം, അവിടെ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് എഫിഷ്യൻസി പാരാമീറ്റർ, അതായത് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. നമ്മൾ കോബ് ഡഗ്ലസിൽ പഠിച്ചില്ലേ, അത് തന്നെയാണ് സംഭവം. ആൽഫ എന്താണ്? ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എ എഫിഷ്യൻസി പാരാമീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ഇനി ആൽഫ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. ഇതുപോലെ ഇക്വേഷൻ തന്നിട്ട് ഈ ആൽഫ എന്താണ്, എ എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അപ്പോൾ എ എന്താണ്? എഫിഷ്യൻസി പാരാമീറ്റർ, അല്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എന്ന് പറയും. ആൽഫ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ എന്ന് പറയും. ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ, ഓരോന്നിനെയും ഓരോ പാരാമീറ്ററിനെയും സവിശേഷതകളാണ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. ഇതിനകത്ത് റോ എന്ന് പറഞ്ഞാൽ, റോ ഈ കൊടുത്തിരിക്കുന്ന റോ ഉണ്ടല്ലോ, സിമ്പിളാണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയതാണ് റോ. അപ്പോൾ അതിനറിയപ്പെടുന്നത് എന്താണ്? റോ എന്നാണ്. മാത്സാർ ക്ഷമിക്കുക, ജസ്റ്റ് ഒരു വ്യത്യാസം വരുമല്ലേ റോയ്ക്ക്.
അപ്പോൾ റോ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ. റോ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിന്റെ ഒക്കെ പേര് പഠിച്ചിരിക്കണം. എ എഫിഷ്യൻസി പാരാമീറ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷനെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷനെ സൂചിപ്പിക്കുന്നു. അത് മറ്റൊന്ന് എഫിഷ്യൻസി അല്ലെങ്കിൽ ടെക്നോളജിയെ സൂചിപ്പിക്കുന്നു. ഇനി ഗാമ ബൈ റോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പവറായിട്ട് കൊടുത്തിരിക്കുന്ന ഹോൾ റൈസ് ടു ആ പവറായിട്ട് കൊടുത്തിരിക്കുന്ന വൈഡ് ബൈ റോ ഉണ്ടല്ലോ, വൈ അല്ല ഗാമ ബൈ റോ ഉണ്ടല്ലോ, അതെന്താണ്? റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. റിട്ടേൺസ് ടു സ്കെയിലിനെ സൂചിപ്പിക്കുന്നു. റിട്ടേൺസ് ടു സ്കെയിൽ നമ്മൾ IRS, CRS, DRS പഠിച്ചില്ലേ? ആ റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് ഗാമ ബൈ റോ സൂചിപ്പിക്കുന്നത്. ഗാമ ബൈ റോ സൂചിപ്പിക്കുന്ന ഏതിനെയാണ്? പിന്നെ റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് സൂചിപ്പിക്കുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. CS പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോമാണ് ഇതെന്ന് പറയുന്നത്. എന്താണ്? A ഇൻറ്റു ആൽഫ K റൈസ് ടു റോ പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു L റൈസ് ടു റോ ദ ഹോൾ റൈസ് ടു ഗാമ ബൈ പി. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അതിനകത്ത് എ എഫിഷ്യൻസി പാരാമീറ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി, ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ, റോ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ, ഗാമ ബൈ റോ എന്ന് പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ. ഇനി നോക്ക് ഇതിന്റെ ആൽഫയുടെ പ്രത്യേകത. ആൽഫ എന്തായിരുന്നു? ദ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. ദ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ കൺസേൺഡ് വിത്ത് റിലേറ്റീവ് ഫാക്ടർ ഷെയർസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. ഇപ്പോൾ ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ അല്ലേ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ അതായത് ആൽഫ കൺസേൺഡ് വിത്ത് റിലേറ്റീവ് ഫാക്ടർ ഷെയർസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട്. നമ്മൾ കോപ്പ് ഡഗ്ലസിൽ പറഞ്ഞു തന്നെയാണ് റിലേറ്റീവ് ഫാക്ടർ ഷെയർസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ടിലുള്ള ഫാക്ടേഴ്സിന്റെ റിലേറ്റീവ് ഷെയർസ് എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടും ഒരുപോലെ തന്നെ യൂസ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ലേബർ എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണ്, ടോട്ടൽ ഔട്ട്പുട്ടിലുള്ള ഷെയർ. അതായത് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര % ക്യാപിറ്റൽ, എത്ര % ലേബർ ഉപയോഗിച്ചു, അതാണ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്ററിന്റെ അല്ലെങ്കിൽ CS പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷനിലെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 0 and 1. എന്തിനിടയ്ക്കായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. 0ക്കും 1ലും ഇടയിലായിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. ഇനി ഇതിനകത്ത് റോ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ. നോക്ക്, ദ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ഡിറ്റർമിൻസ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗിവൺ ബൈ എന്താണ്? സിഗ്മ 1/1 മൈനസ് റോ. സിഗ്മ 1/1 മൈനസ് റോ. അപ്പൊ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻ ആണത്. സിഗ്മ 1/1 മൈനസ് റോ. അപ്പൊ നോക്ക് ഇവിടെ റോ നമ്മൾ ആദ്യമേ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററിന്റെ പ്രത്യേകത? ഇറ്റ് ഡിറ്റർമിൻസ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നു? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ്. എന്ന് പറഞ്ഞാൽ എത്ര % ലേബർ എത്ര % കുറയുമ്പോൾ അല്ലെങ്കിൽ ലേബർ 10% കുറയുമ്പോൾ ക്യാപിറ്റൽ എത്ര % കൂടുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ 10% കൂട്ടുമ്പോൾ ലേബർ എത്ര % കുറയുന്നു, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റർ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് ലഭിക്കുന്ന ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററിന്റെ ഇക്വേഷൻ ആണ് സിഗ്മ 1/1 മൈനസ് റോ. സിഗ്മ 1/1 മൈനസ് റോ. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഏത്? 1/1 മൈനസ് റോ. 1/1 മൈനസ് റോ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻ ആണ്. ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and ഇൻഫിനിറ്റി. ഇതിന്റെ വാല്യൂ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എപ്പോഴും എന്തിനിടയിലാണ്? 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. ഏതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനിടയ്ക്കായിരിക്കും? 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. ഇവിടെ നിന്ന് കട്ട് ചെയ്തേക്കണേ. അപ്പൊ നോക്ക്, ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്താണ്? ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and ഇൻഫിനിറ്റി. 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. ഏതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് റോയുടെ വാല്യൂ എന്ന് പറയുന്നത്. റോ ആണല്ലോ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഡിറ്റർമിൻ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ് റോ എന്ന് പറയുന്നത്. ആ റോ ഉപയോഗിച്ച് എന്താണ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ആ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും
ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. ഓർമ്മയുണ്ടോ? ഇലാസ്റ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോബ് ഡഗ്ലസിൽ എത്രയാണ്? 1 ഓർക്കുക, ഇലാസ്റ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോബ് ഡഗ്ലസിൽ 1. പക്ഷെ ഇവിടെ എന്താണ്? 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. ഇതാണ് നമ്മൾ വ്യത്യാസം കമ്പയർ ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്സ്. അവിടെ ഇലാസ്റ്റി സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എത്രയാണ്? 1 ഇവിടെ എത്രയാണ്? 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. ഇലാസ്റ്റി സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സിഗ്മ 1/1 - rho. ഓക്കെ ആണല്ലോ. ഇനി the elastic substitution represents how easily one input can be substituted for another. ഇനി എന്താണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു സെൻസ് കൊടുത്തതേ ഉള്ളൂ. ഇതല്ല, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ്സ് ഹൗ ഈസിലി, എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വൺ ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ, ഒരു ഇൻപുട്ടിന് പകരം മറ്റൊരു ഇൻപുട്ട് എങ്ങനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുക. അതായത് ഒരു ഇൻപുട്ട് കുറച്ചുകൊണ്ട് അതിന് പകരം മറ്റൊരു ഇൻപുട്ട് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുക എന്നതാണ് ഏതിലൂടെ പറയുന്നത്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് 5% ലേബർ കുറച്ച് അതിന് പകരം ക്യാപിറ്റൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം എന്നതാണ് എന്ത് പ്രതിപാദിക്കുന്നത്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രതിപാദിക്കുന്നത്. ഇനി നമ്മുടെ ആ ഇക്വേഷനിൽ അവസാനം എന്ത് പവറായിട്ട് ഗാമ ബൈ റോ കൊടുത്തിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഗാമ ബൈ റോ ആ ഇക്വേഷനിൽ ഗാമ ബൈ റോ, അതിൽ അവർ പറയുന്നത് ഗാമ ബൈ റോയിൽ അത് റിട്ടേൺസ് സ്കെയിലിനെയാണ് ഗാമ ബൈ റോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗാമ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലിനെ സൂചിപ്പിക്കുന്നു. ഗാമ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലിനെ സൂചിപ്പിക്കുന്നു. ഗാമ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിലും, ഗാമ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിലിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇക്വേഷൻ ഇതാണ് ഗാമ ബൈ റോ എന്ന് പറയുന്നത്. ഗാമ ബൈ റോ എന്ന് പറയുന്നത് ഇതില് ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഗാമ ബൈ റോ ആണല്ലോ, അതിൽ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിലും, ഗാമയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്ത് ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിലുമാണ്. ഏതുപോലെ നമ്മൾ കോബ് ഡഗ്ലസിൽ ആൽഫ പ്ലസ് ബീറ്റ വെച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ദാ നോക്ക്, ആൽഫ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ, ആൽഫ ഈസ് ഈക്വൽ ടു 1 അല്ല, സോറി, ഗാമ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ, ഗാമ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ, ഗാമ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. മനസ്സിലായല്ലോ? ഇത് ഓർത്തിരിക്കുക, ഇതിനെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി the CS production function implies that any change in input factors result in constant change in the output. അപ്പോൾ the CS production function implies that, CS production function പ്രതിപാദിക്കുന്നു any change in input factors result in constant change in output. അതായത് any change in input factors, ഇൻപുട്ട് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ഔട്ട്പുട്ടിൽ എന്താണ്? കോൺസ്റ്റന്റ് ചേഞ്ച്, അതേ ചേഞ്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനി ചേഞ്ച് ഇൻ ഇൻപുട്ട് ഫാക്ടേഴ്സ് റിസൾട്ട് ഇൻ കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? CRS ആണ് പ്രതിപാദിക്കുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ. അതായത് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും അതേ അനുപാതത്തിലുള്ള മാറ്റം എവിടെ വരുത്തുന്നു? എവിടെ? ഔട്ട്പുട്ടിലും വരുത്തുന്നു എന്നാണ് എവിടെയും പറയുന്നത്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷനിലും പ്രതിപാദിക്കുന്നത്. ഇനി the CS production function, in CS production function ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയാം. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? സിഗ്മയാണ്. സിഗ്മ അല്ലേ? ഈ സിഗ്മയാണ് യൂസ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മ ഈസ് കോൺസ്റ്റന്റ് എലോങ് ആൻ ഐസോകോൺ ബട്ട് മേ നോട്ട് ബി നെസസറിലി ഈക്വൽ ടു 1. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നോക്കിയേ, in CS production function the elasticity of substitution, elasticity of substitution നമുക്ക് നേരത്തെ കിട്ടിയ എങ്ങനെയാണ്? സിഗ്മ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് റോ അല്ലേ? 1/1 മൈനസ് റോ എന്നല്ലേ എഴുതിയത്? 1/1 മൈനസ് റോ. അപ്പൊ ഈ സിഗ്മയാണ് എന്തെന്ന് പറയുന്നത്? ഇലാസ്റ്റിക് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിക് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് കോൺസ്റ്റന്റ്. എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോ? എലോങ് ആൻ ഐസോകോണ്ട്, ഒരു ഐസോകോണ്ടിൽ. നമ്മൾ ഐസോകോണ്ട് ആൾറെഡി പഠിച്ചതാണ്. ഒരു പ്രൊഡക്ഷൻ ലെവലിനെ സൂചിപ്പിക്കുന്ന കർവാണ്, കോൺവെക്സ് ഷേപ്പിലുള്ള കർവാണ് ഏത്? ഐസോകോണ്ട്. ഒരു ഐസോകോണ്ട് എടുത്താൽ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് പറയാണ്, ഒരു ഐസോകോണ്ട് നമ്മൾ എടുത്താൽ അവിടെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ആ ഐസോകോണ്ടില് ഈ ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ദാ നോക്കിയേ,
ഇതാണ് ഒരു ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഈ ഐസോകോണ്ടിൽ ഏത് പോയിന്റ് എടുത്താലും, ഈ ഒരു പോയിന്റ് എടുത്താലും ഏതൊരു പോയിന്റ് എടുത്താലും ഇവിടെ ഇൻപുട്ട് കോമ്പിനേഷൻ അല്ലേ വരുന്നത്, ഇൻപുട്ടുകളുടെ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഐസോകോണ്ടിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ പറയുന്നുണ്ട് ബട്ട് മേ നോട്ട് ബി നെസസറിലി ഈക്വൽ ടു 1. എന്തിന് തുല്യമാകണമെന്നില്ല, അത് ഒന്നിന് തുല്യമാകണമെന്നില്ല. ഏതുപോലെ? കോബ് ഡഗ്ലസ് പോലെ അതിന്റെ വാല്യൂ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആകണമെന്നില്ല. പക്ഷേ എത്രയാണ് വാല്യൂ എങ്കിൽ, ഇതിവിടെ എന്താണ് 0.75 ആണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 0.75 ആയിരിക്കും. ഇവിടെയും 0.75 എന്ന് വെച്ചാൽ ആ സബ്സ്റ്റിറ്റ്യൂഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷന്റെ റേറ്റ്, ലേബറും ക്യാപിറ്റലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റേറ്റ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഐസോകോണ്ട് എടുത്താൽ അതിന്റെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐസോകോണ്ടിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ, അതായത് സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പക്ഷേ കോബ് ഡഗ്ലസ് പോലെ ഒന്നാകണമെന്ന് നിർബന്ധം ഇല്ല. ഇനി നോക്ക് പ്രോപ്പർട്ടീസ് ഓഫ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. നോക്കാം. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് ആനുപാതികമായി കോൺസ്റ്റന്റ് ചേഞ്ചസ് ആണ് ഇവിടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. എവിടെ? കോബ് ഡഗ്ലസിലും അതുപോലെ ഇവിടെയും CESലും. അതുപോലെ ഇവിടെ പറയുന്നു CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 ലൈക്ക് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ് ഡഗ്ലസ് പോലെ CESും എന്ത് തന്നെയാണ്? ഒരു ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്താ കിട്ടുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഈ കാര്യത്തിൽ രണ്ടുപേരും സെയിം ആണ്. ആരൊക്കെ? കോബ് ഡഗ്ലസും CESും സെയിം ആണ്. ഇനി if inputs K and labor are increased by n fold, output Q will also increase by n fold. അതെ, നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. നോക്ക്, if the inputs K and L are increased by n fold, അതായത് ലേബറും ക്യാപിറ്റൽ n ഫോൾഡ് അല്ലെങ്കിൽ n ടൈംസ്, നമ്മൾ T ടൈംസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ n ടൈംസ് n ഫോൾഡ് നമ്മൾ വർധനവ് വരുത്തിയാൽ ഔട്ട്പുട്ട് വിൽ ആൾസോ ഇൻക്രീസ് ബൈ n ഫോൾഡ്. ഔട്ട്പുട്ടും എത്ര തന്നെ? n ഫോൾഡ് തന്നെ വർധന ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 10% ലേബറും ക്യാപിറ്റലും 10% വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ടും 10% തന്നെ വർദ്ധിക്കും. അങ്ങനെയാണെങ്കിലല്ലേ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്ക്. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്? ഒരു ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ മറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചേഞ്ചസ് കൊണ്ടുവന്നതിനെ ജനറലൈസ് ചെയ്യാൻ, എന്ന് വെച്ചാൽ അതിലുണ്ടാകുന്ന പോരായ്മകളൊക്കെ പരിഹരിച്ച്, മറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന പോരായ്മകളൊക്കെ പരിഹരിച്ച് പൊതുവെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഏത്? CES പ്രൊഡക്ഷൻ. അതിന് ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനേക്കാൾ, മറ്റ് ഉൽപാദന ധർമ്മങ്ങളെക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ഏത്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അവിടെ ഉണ്ടാകുന്ന അപാകതകളൊക്കെ പരിഹരിച്ച് അവർ എക്സാക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നോക്ക്, ഇറ്റ് ഇൻക്ലൂഡ്സ്, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തൊക്കെയുണ്ട്? ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഉണ്ട്, നേർരേഖാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട് ആസ് സ്പെഷ്യൽ കേസസ്. അപ്പോൾ സ്പെഷ്യൽ കേസസ് ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ? ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇതിനകത്ത് CESലുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട മറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഏതെന്ന് പറയുന്നത്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ജനറലൈസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ഏതിനെ പറയുന്നത്? ഈ CES പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ്, എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് ഏതിലുണ്ട്? ഈ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കോബ് ഡഗ്ലസിന്റെ ഫീച്ചർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു എല്ലാത്തിൻ്റെയും ജനറലൈസ്ഡ് ഫോം. അപ്പോൾ CES പ്രൊഡക്ഷൻ, ഇപ്പോൾ ചോദിക്കാം, കോബ് ഡഗ്ലസിന്റെ ജനറലൈസ്ഡ് ഫോം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഏതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? വിച്ച് ഈസ് ദ ജനറലൈസ്ഡ് ഫോം ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചോദിക്കാം.
വിച്ച് among the following is the ജനറലൈസ്ഡ് ഫോം ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ മറ്റുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെയൊക്കെ ഒരു ജനറൽ ഫോം ആണ് എന്ന് പറയുന്നത് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മറ്റുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഫീച്ചേഴ്സ് എല്ലാം എവിടെയുണ്ട്? CS പ്രൊഡക്ഷൻ. ഏതൊക്കെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണാൻ പറ്റും. ഇനി നോക്ക്, അപ്പോൾ റോ ഇസ് ഈക്വൽ ടു 1, റോയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ, ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകമാണ് പാരാമീറ്റർ ആണ് എന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത്. അപ്പോൾ റോയുടെ വാല്യൂ 1 കൊടുത്താൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സിഗ്മ എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടോ? സിഗ്മ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് റോ, 1/1 മൈനസ് റോ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഏത് കൊടുക്കുകയാണെങ്കിൽ P is equal to 1 ആണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് റോ ഇസ് ഈക്വൽ ടു 1, P അല്ല, റോ ഇസ് ഈക്വൽ ടു 1 ആണ്. റോയുടെ വാല്യൂ 1 കൊടുത്താൽ എന്ത് വരും? 1/1 മൈനസ് 1 എന്ന് വരും ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? സിഗ്മ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. സിഗ്മ എന്തായിരിക്കും? അതായത് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റി ആയിരിക്കും. വിച്ച് ഗീവ്സ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അങ്ങനെ ഇൻഫിനിറ്റി കിട്ടിയാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്ത് കിട്ടും? ലീനിയർ ഐസോകോണ്ട് ആയിരിക്കും അവിടെ കിട്ടുക. ലീനിയർ ഐസോകോണ്ട്. അവിടെ ഇൻപുട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇതാണ് പ്രധാനമായിട്ട് എവിടെ പ്രതിപാദിക്കുന്നത്? CS-ലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഇവർ പ്രൂവ് ചെയ്യുന്നത്. ഏതിവിടെ? CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നോക്ക്, റോയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചു, റോയുടെ വാല്യൂ 1 ആണെങ്കിൽ എന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണുന്ന ഇക്വേഷൻ എന്താണ്? 1/1 മൈനസ് P അല്ലേ? 1/1 മൈനസ് റോ അല്ലേ? അപ്പോൾ 1/1 മൈനസ് റോ ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/1 മൈനസ് 1/1 മൈനസ് 1 എന്ന് കിട്ടും. 1 മൈനസ് 1 എന്താണ്? 0 ആണ്. 1/0 എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. സിഗ്മ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്ത് കിട്ടും? ഇൻഫിനിറ്റി എന്ന് കിട്ടും. അങ്ങനെ ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ റോയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റി ആണെങ്കിൽ അതെന്താ പ്രതിപാദിക്കുന്നത്? വിച്ച് ഗീവ്സ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇൻഫിനിറ്റി ആണ് എങ്കിൽ അല്ലേ, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിഗ്മ ഇൻഫിനിറ്റി ആണെങ്കിൽ അതുവഴി നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ലീനിയർ, നമ്മൾ ആൾറെഡി പറഞ്ഞു, ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഐസോകോണ്ട് എന്തായിരിക്കും? ലീനിയർ ഐസോകോണ്ട് ആയിരിക്കും. ദാ ഇങ്ങനെ ആയിരിക്കും. ഐസോകോണ്ട് നോർമലി കോൺവെക്സ് ടൈപ്പ് അല്ലേ, പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ ഐസോകോണ്ട് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഒരു ലീനിയർ ഐസോകോണ്ട് ആയിരിക്കും ലഭിക്കുക. ലീനിയർ ഐസോകോണ്ട്. ആ ലീനിയർ ഐസോകോണ്ട് ലഭിച്ചാൽ അവിടുത്തെ ഇൻപുട്സ് എന്തായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. അവിടുത്തെ ലേബറും ക്യാപിറ്റലും എന്തായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഈ രീതി, ഇതിനകത്ത് പല രീതി ചോദിക്കാം. റോ 1 ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. റോ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് ആണെങ്കിൽ അവിടെ ഏത് ഐസോകോണ്ട് ആയിരിക്കും? അവിടെ ലീനിയർ ഐസോകോണ്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലേബറും ക്യാപിറ്റലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. ലേബറും ക്യാപിറ്റലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ലേബറിന് പകരം പൂർണ്ണമായ തോതിൽ, ഇപ്പോൾ 10% ലേബർ കുറച്ചാൽ പൂർണ്ണമായ തോതിൽ 10% ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ക്യാപിറ്റൽ 10% കുറച്ചാൽ അതിന് പകരം പൂർണ്ണമായ അർത്ഥത്തിൽ, പൂർണ്ണമായ തോതിൽ അതേ പ്രൊഡക്ടിവിറ്റിയിൽ ഒരു ചേഞ്ചും വരാതെ നമുക്ക് എന്ത്? ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടിക്കും. അപ്പോൾ ലേബർ കുറച്ചാൽ, ഇപ്പോൾ ലേബറും ക്യാപിറ്റലും ഒരേ പ്രൊഡക്ടിവിറ്റി അല്ല, പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ലേബറിന് പകരം എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഏത് ഉപയോഗിക്കാം? ക്യാപിറ്റൽ ഉപയോഗിക്കാം. ക്യാപിറ്റലിന് പകരം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ലേബറും ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ അല്ലെങ്കിൽ സിഗ്മ എന്താണെങ്കിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ, ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ റോയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഇഫ് റോ ഇസ് ഈക്വൽ ടു 0, നേരത്തെ നമ്മൾ റോയുടെ വാല്യൂ 1 ആണ്, അപ്പോഴാണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റി കിട്ടിയത്. റോയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 1/1 മൈനസ് എന്ത് വരും? റോ അല്ലേ, 1 മൈനസ് 0 കൊടുക്കും. അപ്പോൾ എന്ത് വരും? 1/1 എന്ന് വരും. ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സിഗ്മ ഇസ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 1 കിട്ടും. അപ്പോൾ എന്താണ്? റോയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. വിച്ച് ഗീവ്സ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞില്ലേ, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? 1 ആണ്. നമ്മൾ കോബ് ഡഗ്ലസ് പഠിച്ച ഓർമ്മയുണ്ടോ?
ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ 1 ആണ്. ലേബറിന്റെ ക്യാപിറ്റലിന്റെ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇലാസ്റ്റിറ്റി അവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ റോ 0 ആണെങ്കിൽ, റോയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ CS എന്തായി മാറും? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയി മാറും. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയി മാറും. അപ്പോൾ ഐസോകോണ്ട് എന്തായിരിക്കും? കോൺവെക്സ് ഐസോകോണ്ട് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും? കോൺവെക്സ്. അപ്പോൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ ലീനിയർ ഐസോകോണ്ട് ആയിരിക്കും. ഇനി പിന്നെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ അത് കോൺവെക്സ് ഐസോകോണ്ട് ആയിരിക്കും. കോൺവെക്സ് ഐസോകോണ്ട് മാത്രമല്ല, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 1 കിട്ടിയാൽ CS പ്രൊഡക്ഷൻ ഫംഗ്ഷനെ എന്തായിട്ട് മാറ്റാൻ പറ്റും? നമുക്ക് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോബ് ഡഗ്ലസിന്റെ ഒക്കെ ഒരു ജനറലൈസേഷൻ ആണ്, ജനറൽ ഫോം ആണ് ഏത്? CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി if റോ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, റോയുടെ വാല്യൂ എന്താണെങ്കിൽ? ഇൻഫിനിറ്റി ആണെങ്കിൽ, റോയുടെ വാല്യൂ എന്താണെങ്കിൽ? ഇൻഫിനിറ്റി ആണ് എങ്കിൽ, നേരെ തിരിച്ചു വരികയാണ്, റോയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 0 ആയിരിക്കും. അതായത് സിഗ്മയുടെ വാല്യൂ 0 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു റോ 1 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി റോ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. ഇനി റോയുടെ വാല്യൂ എന്താണെങ്കിൽ? ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് ഗീവ്സ് ലിയോൺഡിഫ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് എന്ത്? ഇവിടെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മയുടെ വാല്യൂ എന്താണെങ്കിൽ? സിഗ്മയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലിയോൺഡിഫ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് മറ്റൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ലിയോൺഡിഫ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് എൽ ഷേപ്ഡ് ഐസോകോണ്ട്. ഐസോകോണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും? എൽ ഷേപ്ഡ് ആയിരിക്കും. അതായത് 0 സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. അവിടെ എന്ത് കാണില്ല? ലേബറും ക്യാപിറ്റലും തമ്മിൽ എന്തില്ല? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇല്ല. അപ്പോൾ ഓർക്കുക, ഈ 3 പോയിന്റ് വളരെ കൺഫ്യൂസിംഗ് ആണ്. മനസ്സിലാക്കി തന്നെ പഠിക്കുക. 2-3 തവണ കണ്ട് തന്നെ പഠിക്കുക. അതായത് നമ്മൾ പറഞ്ഞു റോ ആണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് റോ. അപ്പോൾ നമ്മൾ പറഞ്ഞു റോയുടെ വാല്യൂ എത്രയാണെങ്കിൽ? 1 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ ഇൻഫിനിറ്റ് ആയിരിക്കും. അവിടെ എന്താണ്? ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്ത്? ഐസോകോണ്ട് എന്താണ്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ, ലീനിയർ ആയിരിക്കും. ഐസോകോണ്ട് ലീനിയർ ആയിരിക്കും. അവിടുത്തെ ലേബറിന്റെ ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ലേബറും ക്യാപിറ്റൽ എന്തായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. ഇനി റോയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 1 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 എന്ന് വെച്ചാൽ CS എന്തായി മാറുന്നു? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയി മാറുന്നു. അതായത് അവിടെ കോൺവെക്സ് ഐസോകോണ്ട് ആയിരിക്കും. ഇനി റോയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്ത്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മയുടെ വാല്യൂ 0 ആയിരിക്കും. അതിന്റെ അർത്ഥം ലിയോൺഡിഫ് ടൈപ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ്. ലിയോൺഡിഫ് ടൈപ്പ് പ്രൊഡക്ഷൻ, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അവിടെ ലിയോൺഡിഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് എൽ ഷേപ്ഡ് ഐസോകോണ്ട് ആണ്. എൽ ഷേപ്ഡ് ഐസോകോണ്ട്. അതിന്റെ അർത്ഥം എൽ ഷേപ്ഡ് ഐസോകോണ്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 0 കിട്ടിയാൽ അതിന്റെ അർത്ഥം 0 സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്. കാരണം ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? there is no substitution. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ലേബറിന് പകരം ലേബർ കുറച്ചിട്ട് അതിന് പകരം ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ കുറച്ച് ലേബറും യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയും അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? 0 സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആയിരിക്കും. അവിടുത്തെ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ്. അവിടുത്തെ ഈ ഫാക്ടേഴ്സ് എന്തായിരിക്കും? കോംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിരിക്കും. അവിടുത്തെ കോംപ്ലിമെന്ററി ഗുഡ്സ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സ് ഇല്ലേ, അതുപോലെ ഇവിടെ എന്താണ്? ഇൻപുട്സ് കോംപ്ലിമെന്റ്സ് ആയിരിക്കും. ഒരുമിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റും. ലേബറും ക്യാപിറ്റലും ഒരുമിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് ആയിരിക്കും. പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് ആയിരിക്കും. ഒരുമിച്ച് ലേബറും ക്യാപിറ്റലും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. ലേബർ കുറച്ചിട്ട് ക്യാപിറ്റൽ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല. കാര്യം എന്താണ്? 0 സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. 0 സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. കാരണം എന്താണ്? സിഗ്മ 0 ആണ് കിട്ടിയത്. സിഗ്മ 0 കിട്ടാൻ കാര്യം എന്താണ്? റോയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആണ്. റോയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആയതുകൊണ്ടാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ഇൻഫിനിറ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അവിടെ. അപ്പോൾ ഇത്രയുമാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് പോകുന്നു. വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് നമ്മൾ കോബ് ഡഗ്ലസ് പഠിച്ചു.
അത് കഴിഞ്ഞിട്ട് എന്താണ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അടുത്തെന്താണ് VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മറ്റൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. വേരിയബിൾ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം നമുക്ക്. The VES production function is a type of production function in which the elasticity of substitution between inputs is not constant but varies with the ratio of inputs. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. കോബ് ഡഗ്ലസ് ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നാണ്. CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. VS production function is a type of production function in which elasticity of substitution between inputs, ഇൻപുട്ടുകൾക്കിടയിലുള്ള ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് കോൺസ്റ്റന്റ് അല്ല, ലൈക്ക് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലേ. ബട്ട് പിന്നെ എന്താണ് വേരീസ് വിത്ത് ദ റേഷ്യോ ഓഫ് ഇൻപുട്സ്, ഇൻപുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച്, ഇൻപുട്ട് ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള അനുപാതത്തിനനുസരിച്ച് അവയിൽ വ്യത്യാസം വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റിൽ വ്യത്യാസമുണ്ട്, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വേരി ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത് വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി CS ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്താണ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരി ചെയ്യുന്നു അല്ലേ. വേരി ചെയ്യുന്നു വെച്ചാൽ കോൺസ്റ്റന്റ് അല്ല, വ്യത്യാസം വരുന്നു. വരുന്ന വെച്ചാൽ 10% ലേബർ കുറയ്ക്കുന്നതിന് പകരം 10% ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റ് അല്ല, അതിൽ വ്യത്യാസം വരുന്നു. ഇനി ഇറ്റ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് ദ കോബ് ഡഗ്ലസ് ആൻഡ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്തിന്റെ ജനറലൈസേഷൻ ആണ്? കോബ് ഡഗ്ലസ് ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറലൈസേഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെയും CS പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെയും ഒരു ജനറലൈസേഷൻ ആണ് എന്ന് പറയുന്നത് VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓർക്കുക, കോബ് ഡഗ്ലസിന്റെയും നമ്മളിപ്പോൾ പഠിച്ച CS പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെയും ഒരു ജനറലൈസേഷൻ ആണ് ഏത് VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്നാൽ കോബ് ഡഗ്ലസിന്റെ CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ജനറലൈസേഷൻ ആണ്? കോബ് ഡഗ്ലസിന്റെ ജനറലൈസേഷൻ ആണ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്നാൽ CSന്റെയും കോബ് ഡഗ്ലസിന്റെയും ജനറലൈസേഷൻ ആണ്, ജനറലൈസ്ഡ് ഫോം ആണ് ഏത് VS പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെ വരുന്നുണ്ട്? ഈ VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിനെ ചില ചേഞ്ചസ് വരുത്താനൊക്കെ ഉള്ള ശ്രമം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി വരുത്താൻ എവിടെ ശ്രമമുണ്ട്? VS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ശ്രമമുണ്ട്. The common form of the VS production function, VS production ഫംഗ്ഷന്റെ കോമൺ ഫോം ഇതാണ്. ഇവിടെയും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ CS നമ്മൾ പിന്നെ കോബ് ഡഗ്ലസിൽ ഇക്വേഷൻ പഠിച്ചു, പിന്നെ ഇവിടെ പഠിച്ചു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റിയിൽ ഇക്വേഷൻ പഠിച്ചു. ഇപ്പോൾ ഇതാ VS ഇക്വേഷൻ ഇതാണ്. എന്താ y is equal to, ഇവിടെ y is equal to a into k raised to alpha into 1 plus delta L by k the whole raised to ഗാമ, ഹോൾ റൈസ് ടു ഗാമ. ഇതാണ് ഇക്വേഷൻ. ഇവിടെ y അല്ല, ഇത് ഗാമയാണ്. അപ്പോൾ y is equal to a into k raised to alpha into 1 plus delta L by k the whole raised to gamma, whole raised to gamma. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, വേർ ഇപ്പോൾ y is equal to ഔട്ട്പുട്ട്, y is equal to ഔട്ട്പുട്ട്. ഇക്വേഷനിൽ y ഔട്ട്പുട്ട് ആണ്, k ക്യാപിറ്റൽ, L ലേബർ. ഇവിടെയും 2 ഇൻപുട്ട്, ലേബറും ക്യാപിറ്റലും. കോബ് ഡഗ്ലസിലും എല്ലായിടത്തും 2 ഇൻപുട്ട് തന്നെ എടുത്ത. CSും ഇവിടെയും 2 ഇൻപുട്ടാണ്, ലേബറും ക്യാപിറ്റലും. ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, ഫാക്ടേഴ്സിന്റെ ഉൽപാദനക്ഷമതയെ സൂചിപ്പിക്കുന്ന ആൽഫയും ഗാമയും. ഇവിടെ ആൽഫയുണ്ട് അല്ലെ, പവറായിട്ട് ആൽഫയുണ്ട്. അവിടെ ഇവിടെ എന്തുണ്ട്? ഗാമയുണ്ട്. ആൽഫയും ഗാമയും എന്താണ്? പാരാമീറ്റേഴ്സ് ആണ് അല്ലെ. ആൽഫയും ഗാമ എന്താണ്? പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്ന ചേഞ്ചസ് അറിയാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഇത് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വേരീസ് വിത്ത് ഇലാസ്റ്റിക് ഇവിടുത്തെ ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വേരീസ് വിത്ത് L by K എന്ന് വെച്ചാൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോയ്ക്ക് അനുസരിച്ച്, ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വ്യത്യാസപ്പെടുന്നത് എന്തിനനുസരിച്ചാണ്? റേഷ്യോ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോയ്ക്ക് അനുസരിതമായിട്ട് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വേരിയേഷൻ വരുന്നു. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് ദ VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്ന് നോക്ക്. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് വേരിയബിൾ. ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് വേരിയബിൾ. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? വേരിയബിൾ ആണ്. നോക്ക്, അൺലൈക്ക് കോബ് ഡഗ്ലസ്. അപ്പോൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, VS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഈസ് വേരിയബിൾ. കോബ് ഡഗ്ലസിൽ പറഞ്ഞു ഒന്നാണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നു ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, അൺലൈക്ക് കോബ് ഡഗ്ലസ്, കോബ് ഡഗ്ലസ് പോലെയല്ല. നോക്ക്, കോബ് ഡഗ്ലസിൽ എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു 1. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നാണ്. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിനോട്ട് ചെയ്യാനല്ലേ സിഗ്മ കൊടുത്തത്.
ഒന്നാണ്. സി എസിൽ എന്താണ്? സി എസിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പഠിച്ചതാണ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ്. എന്നാൽ ഇൻ വി എസിൽ എന്താണ്? വേരിയേഷൻ വരുന്നു. വി എസിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ലേബർ ക്യാപിറ്റൽ റേഷ്യോ. ലേബർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോയ്ക്ക് അനുസൃതമായി ലേബറിലും ക്യാപിറ്റലും വ്യത്യാസം വരുന്ന അവരുപയോഗിക്കുന്ന അനുപാതത്തിനനുസരിച്ച് നമ്മൾ ഏത് അനുപാതത്തിലാണോ നിലവിൽ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഏത് അനുപാതത്തിലാണോ ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കുന്നത് അതിനനുസൃതമായിട്ട് ഈ പ്രപ്പോർഷനിലും വ്യത്യാസം വരുന്നു. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം വരുന്നു. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലേബർ ക്യാപിറ്റൽ റേഷ്യോ. ലേബർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ക്യാപിറ്റൽ ലേബർ റേഷ്യോ K/L, ഫംഗ്ഷൻ ഓഫ് K/L എന്നും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിൾ ആണ്. അത് പ്രൂവ് ചെയ്യുന്നത് നോക്ക്. കോബ്-ഡഗ്ലസ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നാണ്, നമ്മൾ പഠിച്ചു. ഇനി സി എസിൽ എന്താണ്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി വി എസിൽ എന്താണ്? വി എസിൽ കോൺസ്റ്റന്റ് അല്ല, ഒന്നല്ല, ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ലേബർ ക്യാപിറ്റൽ റേഷ്യോ എന്ന് വെച്ചാൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോയ്ക്ക് അനുസരിച്ച് അത് വ്യത്യാസം വരുന്നു. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് വി എസ് എന്ന പേര് കൊടുത്തത്. ഓക്കെ, അപ്പൊ നോക്കിയേ രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്ക്. ഇൻക്ലൂഡ്സ് കോബ്-ഡഗ്ലസ് ആൻഡ് സി എസ് ആർ സ്പെഷ്യൽ കേസസ്. ഇൻക്ലൂഡ്സ് കോബ്-ഡഗ്ലസ് ആൻഡ് സി എസ് ആർ സ്പെഷ്യൽ കേസസ്. അതായത് സി എസിൽ പിന്നെ ഈ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെയും കോബ്-ഡഗ്ലസിനെയും സ്പെഷ്യൽ കേസസ് ആയിട്ട് പരിഗണിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ജനറലൈസ്ഡ് ഫോം ഓഫ് അല്ലെങ്കിൽ ജനറലൈസേഷൻ ഓഫ് സി എസ് ആൻഡ് കോബ്-ഡഗ്ലസ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്, അതിന്റെ സ്പെഷ്യൽ കേസസ് ആയിട്ട് ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക അതെങ്ങനെയാണ് വരുന്നത്. ഇഫ് ഗാമ ഇസ് ഈക്വൽ ടു 0, നമ്മൾ പറഞ്ഞില്ലേ അതിന്റെ പവറായിട്ട് ഗാമ കൊടുത്തില്ലേ അല്ലേ? ഗാമ കൊടുത്തു. ഇഫ് ഗാമ ഇസ് ഈക്വൽ ടു 0, ഗാമ 0 ആണെങ്കിൽ വി എസ് റെഡ്യൂസസ് ടു കോബ്-ഡഗ്ലസ്. ഈ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തായി മാറും? കോബ്-ഡഗ്ലസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് മാറും. അങ്ങനത്തെ ഫീച്ചേഴ്സ് കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗാമയുടെ വാല്യൂ 0 ആണെങ്കിൽ വി എസ് എന്തായി മാറും? കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയി മാറും. ഇനി ഫോർ കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് സിഗ്മ. നമ്മൾ പറഞ്ഞു 1/1 - ρ സി എസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഫോർ കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് സി എസ്. എന്തായി മാറും? സി എസ് ആയിട്ട് മാറും. കാരണം സി എസിൽ എന്താണ്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ചില സമയത്ത് ഈ വി എസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ചില സമയത്ത് അതിന്റെ വാല്യൂ ഇക്വേഷനിൽ ഗാമ ഇസ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ അതെന്താണ്? വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോബ്-ഡഗ്ലസ് ആണ്. വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? കോബ്-ഡഗ്ലസ് ആയിട്ട് മാറുന്നു. ഇനി ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബിഹേവ്സ് ലൈക്ക് സി എസ്. അതെന്തായി മാറുന്നു? ഏതിനെ പോലെ പെരുമാറുന്നു? സി എസിനെ പോലെ പെരുമാറും. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറും. കാരണം അവിടെ വേരിയേഷൻ ഇല്ല, കോൺസ്റ്റന്റ് അല്ലേ എന്നുകൂടി പ്രതിപാദിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്ക്. ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. കൂടുതൽ എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി നോക്ക്. ക്യാപ്ചേഴ്സ് മോർ റിയലിസ്റ്റിക് പ്രൊഡക്ഷൻ ബിഹേവിയേഴ്സ്. ഇവിടെ എന്താണ്? ക്യാപ്ചേഴ്സ് മോർ realistic production behaviors where input substitution changes depending on factor proportions. അപ്പോൾ എന്താണ്? ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. ഈ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് മറ്റുള്ളതിനേക്കാൾ എന്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം ക്യാപ്ചേഴ്സ് മോർ റിയലിസ്റ്റിക് പ്രൊഡക്ഷൻ ബിഹേവിയേഴ്സ്. ഇത് ഏതിനെ ക്യാപ്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതിനോട് അടുത്ത് നിൽക്കുന്നു? ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ബിഹേവിയറിനോട് അടുത്ത് നിൽക്കുന്നു. കാരണം കോബ്-ഡഗ്ലസ് പോലെയോ സി എസ് പോലെയല്ല, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ബിഹേവിയർ ആണ് എവിടെയുള്ളത്? ഇതിനകത്തുള്ളത്, വി എസിലുള്ളത്. അതുകൊണ്ടാണ് ക്യാപ്ചേഴ്സ് മോർ റിയലിസ്റ്റിക് പ്രൊഡക്ഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ബിഹേവിയർ ആണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് വി എസിലൂടെ പ്രതിപാദിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കോബ്-ഡഗ്ലസിൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സി എസിൽ എന്താണ്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ആണ്. അത് എല്ലായ്പ്പോഴും അത് പ്രാവർത്തികമാവണമെന്ന് ഇല്ല. കോബ്-ഡഗ്ലസിൽ പറയുന്ന പോലെ എല്ലായ്പ്പോഴും 1 ആയിരിക്കണമെന്നില്ല ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുപോലെ സി എസിൽ പറയുന്നത് പോലെ ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആകണമെന്നും ഇല്ല. പക്ഷേ വേരിയേഷൻ വരാം. അപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായ, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് വി എസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? വേറെ ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ്. ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ഫാക്ടർ പ്രൊപ്പോർഷൻ്റെ അനുസരിച്ച്, ലേബർ ക്യാപിറ്റൽ റേഷ്യോയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഫാക്ടർ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇതിന്റെ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നു. അതാണ് റിയൽ പ്രൊഡക്ഷൻ വേൾഡിൽ അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷനിൽ അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതിന്. ഫ്ലെക്സിബിൾ ആണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത്. ഇനി യൂസ്ഫുൾ ഇൻ എംപെരിക്കൽ അനാലിസിസ് ആൻഡ് പോളിസി മോഡലിംഗ്. ഇതെന്തിനു സഹായിക്കുന്നു? എംപെരിക്കൽ അനാലിസിസ് എന്ന് വെച്ചാൽ എംപെരിക്കൽ സ്റ്റഡീസിന്
പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾക്ക്, പ്രായോഗിക പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ആൻഡ് പോളിസി മോഡലിംഗ്, പോളിസി എന്ന് വെച്ചാൽ സാമ്പത്തിക നയങ്ങൾ, പ്രൊഡക്ഷൻ പോളിസീസ് ഒക്കെ രൂപീകരിക്കാൻ, ഫോം ചെയ്യാനൊക്കെ ഏത് സഹായിക്കുന്നു? ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് VSന്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്ക്, പോസിറ്റീവ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഇൻപുട്സ്. പോസിറ്റീവ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഇൻപുട്ട്, ഇത് പോസിറ്റീവാണ്. അതുപോലെ ഡിമിനിഷിംഗ് റിട്ടേൺസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നോക്ക് എന്താണ്? The marginal product of capital and marginal product of labor are both positive but decreases as input increases. നോക്ക്, ഇപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പോസിറ്റീവ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഇൻപുട്ട്. ഇൻപുട്ടിനനുസരിച്ച് അത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഉണ്ടാകുന്നു. പക്ഷേ അത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണെങ്കിലും ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്? പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ മാർജിനൽ പ്രോഡക്റ്റ് MPK ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ MPL ആർ ബോത്ത് പോസിറ്റീവ്. രണ്ടും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ രണ്ടും പോസിറ്റീവ് തന്നെയാണ്. ബട്ട് ഡിക്രീസസ് ആസ് ഇൻപുട്ട് ഇൻക്രീസസ്. ഇൻപുട്ട് ഇപ്പൊ ലേബറോ ക്യാപിറ്റലോ വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഇപ്പൊ ലേബർ വർദ്ധിക്കുന്നതിനനുസരിച്ച് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. പക്ഷേ അത് ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഒന്നും, സീറോയെ നെഗറ്റീവ് ഒന്നും ആകുന്നില്ല. പക്ഷേ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ലേബറിൽ ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ കുറഞ്ഞു വരുന്നു. പക്ഷേ അത് പോസിറ്റീവ് ആണ്. കുറയുന്നെങ്കിലും എന്താണിത്? പോസിറ്റീവ് ആണ്. അതുപോലെ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റലിന്റെ അളവ് കൂട്ടുമ്പോൾ ഇവിടെ എന്താണ് ഈ VS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്? ക്യാപിറ്റൽ അളവ് കൂട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്ന, ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്യാപിറ്റൽ അളവ് കൂട്ടിയാൽ ക്യാപിറ്റൽ അളവ് കുറയുന്നു. പക്ഷേ അത് പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരിക്കലും ഔട്ട്പുട്ട് സീറോയിലേക്കോ നെഗറ്റീവിലേക്കോ പോകുന്നില്ല. അതുകൂടി ഓർത്തിരിക്കുക. പോസിറ്റീവ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഇൻപുട്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്, ബട്ട് ഡിക്രീസസ്. പക്ഷേ കുറയുന്നു. എപ്പോഴാണ് കുറയുന്നത്? വെറുതെ ഇരിക്കുമ്പോഴല്ല. ആസ് ദ ഇൻപുട്ട് ഇൻക്രീസ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ ഇത് കുറയും, ഔട്ട്പുട്ട് കുറയും, ഡിമിനിഷിംഗ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുക. പക്ഷേ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്ക്, ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എവിടെ? CS എന്താണ് ഇക്വേഷൻ? അല്ലെ, CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ സിഗ്മ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് റോ എന്നല്ലേ പഠിച്ച? 1/1 മൈനസ് റോ. ഇവിടെ നോക്ക്, ഇവിടുത്തെ ഇക്വേഷൻ ആണ്, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻ ആണ്. ഇവിടുത്തെ VS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഇൻറ്റു K/L. നോക്ക്, സിഗ്മ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഇൻറ്റു K/L. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഓർക്കുക, CS-ലും VS-ലും ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ CS-ൽ എന്താണ്? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് റോ ആണെങ്കിൽ VS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിൾ ആണ്. ആ വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ K/L. ഇനി ഇവിടെ ബീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ബീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? 1. കാരണം ബീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് 0 ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 ആകും, ബാക്കി 1 അല്ലേ ഉള്ളൂ. എന്തായിരിക്കും? ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, then the VS becomes Cobb-Douglas production function. VS എന്തായി മാറുന്നു? Cobb-Douglas production function ആയി മാറുന്നു. എന്തായി മാറുന്നേ? Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇഫ് ബീറ്റ ഇസ് ഈക്വൽ ടു 0, ബീറ്റയുടെ വാല്യൂ എന്താണെങ്കിൽ 0 ആണെങ്കിൽ, ഇവിടെ ഈ ഇക്വേഷൻ അനുസരിച്ച് ബീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചു ഏതാണ്? Cobb-Douglas ആണ്. അപ്പോൾ VS എന്തായി മാറുന്നു? Cobb-Douglas ആയിട്ട് മാറും. അപ്പോൾ VS Cobb-Douglas ആയിട്ട് മാറണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ 0 ആയിരിക്കണം, അല്ലെങ്കിൽ സിഗ്മയുടെ വാല്യൂ എന്താകണം? 1 ആകണം. അതായത് ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആകണം. ഇനി ഇതാണ് VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അവസാനത്തെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക്, അതോടുകൂടി പ്രൊഡക്ഷൻ തിയറീസ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തിയറിന്റെ ഭാഗം കഴിയുകയാണ്. പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ ആകുമ്പോൾ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അത് ഒരു ചെറിയ ഫോമിലാണ്, അത് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. നമുക്ക് നോക്കിയാലോ? നോക്ക്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ, ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ട്രാൻസിഷൻ ഉണ്ട്. ട്രാൻസ് മീൻസ് ട്രാൻസിഷൻ. അതുപോലെ ലോഗ് മീൻസ് ലോഗരിതത്തിന്റെ ആപ്ലിക്കേഷൻ. നമ്മൾ ഇവിടുത്തെ വരെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? മാത്സിൽ തന്നെ ലോഗരിതത്തിന്റെ ആപ്ലിക്കേഷൻ കൂടി അവിടെ വരുന്നുണ്ട്, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നുണ്ട്. അതാണ് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഒന്നും ചോദിക്കില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട. ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെയാണ്, ആ ഇക്വേഷൻസ് ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് നമുക്ക് എന്താണ് പെരിഫറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരാണ് ട്രാൻസെൻഡന്റൽ ലോഗരിതമിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മറ്റൊരു പേര് എന്താണ്? ട്രാൻസെൻഡന്റൽ ലോഗരിതമിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ട്രാൻസെൻഡന്റൽ ലോഗരിതമിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ മറ്റൊരു പേര്. നോക്ക്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻസ് ദ ചേഞ്ച് ഫ്രം ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ദ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ടു എ ലീനിയർ വൺ, നോൺ ലീനിയർ വൺ. അപ്പോൾ വേറൊന്നുമില്ല, ഇതിനകത്ത് ട്രാൻസ് കിടക്കുന്നുണ്ടോ? ട്രാൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ മാറ്റത്തെക്കുറിച്ച് ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അതാണ് ട്രാൻസ്ലോഗിൽ പറയുന്നത്. എന്താണ്? ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻസ് ചേഞ്ച് ഫ്രം, ഒരു മാറ്റമാണ് ഇതിൽ പറയുന്നത്. എന്തിൽ നിന്ന് എന്തിലോട്ടുള്ള മാറ്റം? ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അങ്ങനെ പറഞ്ഞാലും മതി. ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും, അതായത് ലീനിയർ റിലേഷൻഷിപ്പ്, ആരൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ്? ഔട്ട്പുട്ട് ആൻഡ് ദ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇൻപുട്സ്. അപ്പോൾ ഔട്ട്പുട്ടും പ്രൊഡക്ഷൻ ഫാക്ടേഴ്സും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ്, ഔട്ട്പുട്ടും പ്രൊഡക്ഷൻ ഫാക്ടേഴ്സും തമ്മിലുള്ള ബന്ധമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ അത് എന്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്? ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും എന്തിലോട്ടുള്ള ട്രാൻസിഷൻ? ടു എ നോൺ ലീനിയർ വൺ. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണ്? ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും നോൺ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് എന്തിലൂടെ പറയുന്നത്? ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ പറയുന്നത്. അത് എന്തിൻ്റെ സഹായത്താൽ പറയുന്നു? ലോഗരിതം അപ്ലൈ ചെയ്തുകൊണ്ട്, അല്ലേ? ലോഗരിതമിക് ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ മോർ ദാൻ 2 ഇൻപുട്സ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. സാധാരണഗതിയിൽ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ മോർ ദാൻ 2 ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. എപ്പോഴാണ് ഇത് ഈ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്? രണ്ടിലധികം ഇൻപുട്ട് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഏതിൻ്റെ റിലവൻസ്? ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ CS, കോബ് ഡഗ്ലസിൽ, VS-ലൊക്കെ 2 ഫാക്ടേഴ്സ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ലോഗിൻ്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ഇൻപുട്ട് ഫാക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ രണ്ടിലധികം ഇൻപുട്ട് ഫാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷനെ കുറിച്ച് പ്രതിപാദിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്ന സാധാരണഗതിയിൽ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നോക്ക്, ട്രാൻസ്ലോഗ് അലൗസ് വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ്. അപ്പോൾ ഈ ട്രാൻസ്ലോഗിൽ എന്തിനനുവദിക്കുന്നുണ്ട്? ട്രാൻസ്ലോഗ് VS പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻപുട്ടുകൾ തമ്മിൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി അല്ല, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി. VS-ൽ പറഞ്ഞതുപോലെ വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻപുട്ടുകൾക്കിടയിൽ നിലനിൽക്കുന്നതെന്ന് ആര് പ്രതിപാദിക്കുന്നു? ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രതിപാദിക്കുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. എൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ? ഒന്ന്, ഫ്ലെക്സിബിലിറ്റി. നമ്മൾ VS-ലും പറഞ്ഞില്ലേ, അതുപോലെ ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എന്താണ്? ക്യാപ്ചേഴ്സ് എ വൈഡർ റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ്. എന്ന് വെച്ചാൽ വളരെ വൈഡർ റേഞ്ചിലുള്ള പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പും ഏത് ക്യാപ്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതിൽ ഉൾപ്പെടുത്താൻ കഴിയും, ഏതിലൂടെ വിശദീകരിക്കപ്പെടുന്നു? ഈ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ വിശദീകരിക്കപ്പെടുന്നു. അതാണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തുണ്ട്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിന് കാരണം എന്താണ്? ക്യാപ്ചേഴ്സ് വൈഡർ റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ്. വൈഡർ റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള, എത്ര വൈഡർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പും ക്യാപ്ചർ ചെയ്യാൻ ആർക്ക് സാധിക്കും? ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ സാധിക്കും. ഇനി നോക്ക്, ഹാൻഡിൽ മൾട്ടിപ്പിൾ ഇൻപുട്സ്. മൾട്ടിപ്പിൾ ഇൻപുട്സ്, ഒരുപാട് ഇൻപുട്സ്. എത്രത്തോളം ഇൻപുട്സ്? നമ്മൾ കോബ് ഡഗ്ലസിലൊക്കെ കണ്ടത് 2 ഇൻപുട്സേ ഉള്ളൂ. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്സ് ആയാലും എത്രത്തോളം ഇൻപുട്സ് ഉണ്ടായാലും അത് ഹാൻഡിൽ ചെയ്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിശദീകരിക്കാൻ ആർക്ക് സാധിക്കും? ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ സാധിക്കും. അതായത് സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്, സങ്കീർണമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇത് സ്യൂട്ടബിൾ ആണ്. എത്ര ബുദ്ധിമുട്ടേറിയ റിലേഷൻഷിപ്പ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ നമുക്ക് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ. ഇവിടെ എന്താണ്? സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപ്ചേഴ്സ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ
ഈ ലോഗരിതത്തിന്റെ മാത്സുകാർക്ക് അറിയാമായിരിക്കും അല്ലേ, ലോഗരിതത്തിന്റെ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ. ഇതിനകത്ത് സെക്കൻഡ് ഓർഡർ ലോഗരിതമിക് ആപ്ലിക്കേഷൻ, ലോഗരിതത്തിന്റെ സെക്കൻഡ് ഓർഡർ ആപ്ലിക്കേഷൻ ആണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലോഗരിതം നിയമമാണ് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ. അതിൽ സെക്കൻഡ് ഓർഡർ ലോഗരിതമിക് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ലോഗരിതമിക് ഓർഡർ ആണ്, സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ ആണ് എവിടെ യൂസ് ചെയ്യുന്നത്, ഈ ട്രാൻസ്ലോഗ് എന്ന് വെച്ചാൽ ലോഗരിതം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ലോഗരിതത്തിന്റെ ആപ്ലിക്കേഷൻ എവിടെയുണ്ട്, ഈ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപ്ചേഴ്സ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, ലീനിയറിൽ നിന്ന് നോൺ ലീനിയറിലേക്കുള്ള ട്രാൻസിഷൻ അല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നോൺ ലീനിയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എവിടെ പ്രതിപാദിക്കുന്നു, ഈ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലോഗരിതത്തിന്റെ സെക്കൻഡ് ഓർഡർ ലോഗരിതം അപ്രോക്സിമേഷൻ ആണ് ഇവിടെ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ പ്രൊഡക്ഷന്റെ വാല്യൂസ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഇറ്റ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് ദ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിന്റെ എന്തിന്റെ ജനറലൈസേഷൻ കൂടിയാണ്, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു ജനറലൈസേഷൻ കൂടിയാണ് ഏത്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ജനറലൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതിന്റെയാണ്, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു ജനറലൈസേഷൻ കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വൈഡർ എക്സ്പ്ലനേഷൻ കൂടിയാണ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇറ്റ് അലൗസ് വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇറ്റ് അലൗസ് വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ക്യാൻ അപ്രോക്സിമേറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് യൂസിങ് എ സെക്കൻഡ് ഓർഡർ ടൈലർ എക്സ്പാൻഷൻ ഇൻ ലോഗരിതംസ്. എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് അലൗസ് എന്ന് വെച്ചാൽ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അലൗസ് അനുവദിക്കുന്നു എന്ത്, വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ്, ഇൻപുട്ടുകൾക്കിടയിലുള്ള വേരിയബിൾ ഇലാസ്റ്റിസിറ്റിക്ക് എന്തിൽ അനുവാദമുണ്ട്, ഈ ട്രാൻസ്ലോഗ് എന്ന് വെച്ചാൽ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ആൻഡ് ക്യാൻ അപ്രോക്സിമേറ്റ്, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് എന്ന് വെച്ചാൽ ഒരു കുറച്ചുകൂടി റിയാലിറ്റിയിലുള്ള വാല്യൂസ് കണ്ടെത്താൻ പറ്റും, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ വാല്യൂസ് കണ്ടെത്താൻ സാധിക്കും. എന്തിൻ്റെയാണ്, a wide variety of production technologies എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപാദന ധർമ്മങ്ങളിലെ വ്യത്യസ്തങ്ങളായ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് ചെയ്യാൻ വെച്ചാൽ എത്ര കോംപ്ലക്സ് ആയ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയും അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ എക്സാക്ട് വാല്യൂസ് കണ്ടെത്താൻ സാധിക്കും, ഒരു പരിധിവരെയുള്ള എക്സാക്ട് വാല്യൂസ് കണ്ടെത്താൻ സാധിക്കും. എന്തുപയോഗിച്ചുമാണ് കണ്ടെത്തുന്നത്, യൂസിങ് എ സെക്കൻഡ് ഓർഡർ ടൈലർ എക്സ്പാൻഷൻ ഇൻ ലോഗരിതംസ്. ടൈലർ എക്സ്പാൻഷൻ ഇൻ ലോഗരിതംസ് എന്ന് വെച്ചാൽ ടൈലർ ഈ ലോഗരിതം നിയമം ആവിഷ്കരിച്ച ഒരു മാത്തമാറ്റീഷ്യനാണ് ടൈലർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈലറുടെ സെക്കൻഡ് ഓർഡർ ടൈലർ എക്സ്പാൻഷൻ ലോഗരിതം ഡെവലപ്പ് ചെയ്ത ഒരു മാത്തമാറ്റീഷ്യനാണ് ടൈലർ. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഓർഡർ ടൈലർ എക്സ്പാൻഷൻ ഇൻ ലോഗരിതം നിയമവുമായി ബന്ധപ്പെട്ട ഒരു മാത്തമാറ്റീഷ്യനാണ് എന്ന് പറയുന്നത് ടൈലർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഓർഡർ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് എത്ര കോംപ്ലക്സ് ആയ എത്ര വെറൈറ്റി ആയ പ്രൊഡക്ഷൻ ടെക്നോളജീസും അപ്രോക്സിമേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ഏകദേശം എക്സാക്റ്റ് വാല്യൂസ് കണ്ടെത്താൻ ആർക്ക് സാധിക്കും, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള എത്ര വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നോളജീസും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതിലൂടെ, ട്രാൻസ്ലോഗിലൂടെ. അവിടെ എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ഓർഡർ ടൈലർ എക്സ്പാൻഷൻ ലോഗരിതംസ് എന്ന് വെച്ചാൽ ടൈലറുടെ ലോഗരിതം സെക്കൻഡ് ഓർഡർ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട്. മാത്രമല്ല ഇവിടെ എന്താണ്, ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഇവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കൂടി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്, ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി the translog production function was first proposed by Christensen, L. Leys and D. Jorgensen in 1972. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ചവർ ആരൊക്കെയാണ്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ആരൊക്കെയാണ്, ഒന്ന് ക്രിസ്റ്റൻസൻ, എൽ ലൈസ് ആൻഡ് ഡി ജോർജൻസൺ ഇൻ 1972. ഈ മൂന്ന് വ്യക്തികളാണ് എന്തിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ചത്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പ്രതിപാദിച്ചത് എന്ന് 1972 ആദ്യമായിട്ട്. ഇതിനെ പിന്നെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ റിവൈസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരൊക്കെയാണ്, ക്രിസ്റ്റൻസൻ,
എൽ ലൈസ്, അതുപോലെ ഡി ജോർജൻസൺ എന്ന് 1972. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്താണ്, ലോഗരിതത്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള, എത്ര വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ വാല്യൂസ് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല ഇതിന് എന്തിനെ കുറിച്ച് VS, അതായത് വേരിയബിൾ ഇലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ജനറലൈസേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏതിൻ്റെ ഫീച്ചേഴ്സ്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടി നോക്കാം.